तमश्लोके भक्तिर्भवति नष्टिकीं मूकं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यईश्वरं वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले ശ്രീമതേ ജയപതാക സ്വാമിനി നാമിനേ നമാചാര്യായ പദാനിതായ് കൃപാപ്രദായിനേ ഗൗരഗദാദാമുദായ നഗരഗ്രാമതാരിണേ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണീ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ പ്രഭാരം പ്രഭു, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മള് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിന്റെ 14 വരെയുള്ള ശ്ലോകങ്ങൾ എടുത്തു. അപ്പം നമ്മൾ കണ്ടു ഋഷിമാര് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. സൂതഗോസ്വാമിയാണ് വ്യാസാസനത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവര് പരമദിവ്യോത്തമ പുരുഷനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന്റെ അവതാരങ്ങളെ പറ്റി, അദ്ദേഹം ചെയ്ത ലീലകളെ പറ്റി എന്ന് പറഞ്ഞ് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. പിന്നെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, ലാസ്റ്റ് പഠിച്ച് ഒരാള് ഈ ഭഗവാന്റെ നാമം ഭഗവാനോട് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ആണെന്ന് കാണിക്കുന്ന ഒരു കാര്യം ഈ പ്രേക്ഷകരായിട്ടിരിക്കുന്ന മുനിമാർ ഋഷിമാര് അവരും ജ്ഞാനമുള്ളവരാണ്, അവരും ക്വാളിഫൈഡ് ആയതുകൊണ്ടാണ് അവർക്ക് ഈ ചോദ്യം ചോദിക്കാനായിട്ട് പറ്റിയത്. ചോദ്യം ചോദിക്കാനും എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ അവര് ആ ചോദ്യം ചോദിച്ച് വളരെ എളിമയോടുകൂടി കാര്യം എന്താണ് സൂതഗോസ്വാമിയെ വളരെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ചോദ്യം ചോദിക്കുകയാണ് അല്ലെ, നാമവും കലിയുഗത്തിൽ. അപ്പൊ നമ്മള് രാധിക മാതാജി അപ്പൊ ഒരു നമ്മള് ജ്ഞാനപ്പാനയിലെ ആ ഒരു ലൈൻസ് പറഞ്ഞിരുന്നു അല്ലെ. പൂന്താൻ അത് പണ്ട് പറഞ്ഞിരുന്നു, കളിയായിട്ടാണെങ്കിലും മറ്റൊരാളോട് വിരോധം വരാനാണെങ്കിലും. ഈ കംസൻ എന്താണ് ചെയ്തത്? വിരോധഭക്തിയായിരുന്നു അല്ലെ. സദാ കംസൻ എന്ത് ചെയ്തു? വിരോധഭക്തിയിൽ കൂടെ ആണെങ്കിൽ സദാ ഭഗവാനെ അങ്ങനെ പോലും വിളിച്ചെങ്കിൽ തന്നെ മോക്ഷമാണ് കിട്ടിയത്. പൂതന വിഷം കൊടുത്തു കൊല്ലാനാണ് ഒരുങ്ങിയെങ്കിലും എന്താണ് ആ മാതൃഭാവത്തിൽ മുലയൂട്ടിയത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വൈകുണ്ഠത്തില് ഒരു പ്രത്യേക സ്ഥലം കൊടുത്തു അമ്മമാർക്ക് ഉള്ള, ഭഗവാന്റെ അമ്മ സ്ഥാനത്തുള്ളവർക്കൊക്കെ വസിക്കാനായിട്ടുള്ള ആ സ്ഥലത്ത് പൂതനയ്ക്ക് സ്ഥാനം കൊടുത്തു അല്ലെ. അപ്പൊ ഭഗവാൻ അത്രയ്ക്ക് പോലും ഈ നാമത്തിന് ഇമ്പോർട്ടന്റ് ആണ്. ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ ചോദിച്ച ആള് തന്നെ അതിന്റെ വ്യക്തത തന്നെ പറയുവാണ്. ചോദിക്കുന്ന ആളോട് തന്നെ ഈ നാമത്തിന്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹം അങ്ങോട്ടേക്ക് പറയുവാണ്, കലിയുഗത്തിലുള്ള ഈ നാമത്തിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മള് അത് വെറുതെ ഒന്നും അല്ല. ശ്രീല പ്രഭു അതരെ നമ്മളോട് ഇത് പറയുന്നത് സദാഹരിയായിട്ടിരിക്കണം, ഹരിയായ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശാസ്ത്രത്തിന്റെയും പുരാണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് പറഞ്ഞു നമ്മളിപ്പം വായിച്ചു വരുമ്പോൾ നമുക്കതെല്ലാം ബോധ്യപ്പെടുവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അണുവിട കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം സാധാരണ വ്യക്തിയല്ല. സാധാരണ വ്യക്തികളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അവർക്ക് തോന്നിയ രീതിയിലായിരിക്കും എഴുതി വിടുന്നത്. പക്ഷെ ഇങ്ങനെ ഇതുപോലുള്ള എന്താണ് ദേവദൂതന്മാരിടയ്ക്കൊക്കെ അവതരിച്ച് നമ്മളെ എന്താണ് പരിവർത്തനം നടത്താനായിട്ട് വരുന്ന ആൾക്കാര് എന്താണ് ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വായ്ത്താളം അടിക്കില്ല ഒരിക്കലും അല്ലേ.
അപ്പൊ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ആ നാമത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഇതിന്റെ 15-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. അത് തന്നെയാണല്ലോ അല്ലെ? ഇതൊരു അഭിപ്രായം ഇല്ലല്ലോ ആർക്കും? ഇല്ല. അപ്പൊ അങ്ങനെ യത്പാദ സംശ്രയാസൂതാ മുനയാ പ്രശമായന സദ്യ പുനന്ത്യു ഉപസ്പൃഷ്ടാഃ സ്വർധന്യോ ഉപാനുസേവയാം യത്പാദ സംശ്രയാസൂതാ മുനയാ പ്രശമായനാം സദ്യ പുനന്ത്യുപ സ്പൃഷ്ടാഃ സ്വർദ്യുന്യാവോനു സേവയാം യത്പാദ സംശ്രയാസൂതാ മുനയാ പ്രശമായന സദ്യ പുനന്ത്യുപസ്പൃഷ്ടാഃ സ്വർദ്യുന്യാവോ അനുസേവയാം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ്ഭാഗവത അധ്യായം അധ്യായം 1 ശ്ലോകം 15. യത്പാദസംശ്രയാ സൂതാമുനയ പ്രശമായനാ സദ്യ പുനന്ത്യുപസ്പൃഷ്ടാസ്യർപുണ്യപോനുസേവയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദനുദ്യാസീന യുക്ത കർമ്മഗ്രന്ഥ മാതാജി ഏതാ വായിക്കുന്നത്? ശ്ലോകം 15. 15. ഞാൻ 2:15 എടുത്തു വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ. ഉണ്ട്. എന്നാ അടുത്ത ആള് മാതാജി അത് എടുത്തോ പതുക്കെ. രാധിക മാതാജി. അല്ല, കണ്ടു, ഞാൻ എടുത്തു. കണ്ടോ? വേണ്ട. ശ്ലോകം 15. യത്പാദ സംശയ സൂത മുനയ പ്രശമായന സദ്യ പുനന്ത്യസ്പുഷ്ട സ്വർത്യന്യാപോന് സേവയാം. പിന്നെ ലൈറ്റ് പോയി ഒരു തരത്തിൽ തപ്പിയാ വായിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. കറണ്ട് പോയി. ഓക്കെ. അപ്പൊ നമ്മള് ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. യത് ആരുടെ പാദാംബുജം സംശ്രയ അഭയം പ്രാപിച്ച സൂത ഓ സൂതഗോസ്വാമി മുനയഹ മുനിശ്രേഷ്ഠന്മാർ പ്രശമാന്യാഹ ഭഗവത് സേവനത്തിൽ മുഴുകിയ സദ്യ ഉടൻ തന്നെ പുനന്തി പവിത്രീകരിക്കപ്പെടുന്നു. ഉപസ്പൃഷ്ട സംസർഗത്താൽ മാത്രം സ്വർധുനി ഗംഗാനദിയിലെ ആപ ജലം അനുസേവയ ഉപയോഗത്തിലാക്കുക. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. അല്ലയോ സൂത ഗോസ്വാമി, ഭഗവാന്റെ പാദാംബുജങ്ങളിൽ അഭയം പ്രാപിച്ച മുനിശ്രേഷ്ഠന്മാർ തൽക്ഷണം തന്നെ അവരുമായി സംസർഗത്തിൽ ഏർപ്പെട്ടവരെ പവിത്രീകരിക്കുന്നു. അതേസമയം ദീർഘകാലം ഗംഗാസ്നാനം ചെയ്താൽ മാത്രമേ ഒരാൾ പരിശുദ്ധമാക്കപ്പെടുന്നുള്ളൂ. അപ്പം ഈ സത്സംഗത്തിൻ്റെയും ഗംഗാസ്നാനത്തിൻ്റെയും തമ്മിലൊരു കമ്പാരിസൺ ആണ്. ഗംഗാസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വില കുറഞ്ഞ ഒരു കാര്യമായിട്ട് ഇത് കണ്ടുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. കാര്യം ഗംഗ എന്താണ്? ഭഗവാന്റെ പാദകമലത്തിൽ നിന്ന് ഉദ്ഭവിച്ച നദിയാണ്, പുണ്യനദിയാണ്. ഭഗവാൻ എന്താണ്? തീർത്ഥ രൂപത്തിൽ ഗംഗാനദിയായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ, കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് മോക്ഷം തരാനായിട്ട്. എന്നിട്ട് ഗംഗാനദിയിൽ നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണെങ്കിൽ വീണ്ടും നമ്മൾ എന്താണ്? പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്താണ്? ഇതിന്റെ ഇരട്ടിയായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ഈ ദീർഘകാലം ഗംഗാസ്നാനം ചെയ്താൽ മാത്രമേ ഒരാൾ പരിശുദ്ധമാക്കപ്പെടുന്നുള്ളൂ. അപ്പം നമ്മളത് എന്താണ്? നമ്മളുടെ ഈ പാപങ്ങളൊക്കെ ജന്മജന്മാന്തരങ്ങളെടുത്തിട്ടുള്ള ഈ പാപങ്ങളൊക്കെ കഴുകിക്കളയാനായിട്ട് ദീർഘകാലം ഒരാൾ ഗംഗാസ്നാനം ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ എന്താണ്? ഭഗവത് ഭക്തന്മാരുമായിട്ട് സംസർഗം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? ലവമാത്ര സാധുസംഗമായിട്ട് മാറും അല്ലേ? അങ്ങനെ എത്ര സാധുസംഗത്തിന്റെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഭാഗവതത്തിലും പുരാണങ്ങളിലും ഒക്കെ അല്ലേ? അതായത് ഒരു യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ ജസ്റ്റ് ഒന്ന് കണ്ടുമുട്ടിയാൽ മതി, ഒരു ക്ഷണം മാത്രം,
ഒരു സെക്കൻഡിന്റെ 11 ഭാഗമാണ് ലവം. അപ്പൊ ലവമാത്ര സാധുസംഘം കിട്ടിയാൽ തന്നെ പവിത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗംഗാസ്നാനം ചെയ്യുന്നതിനേക്കാളും എത്രയോ ഉപരിയാണ് ഒരു ഒരു ശുദ്ധഭക്തന്റെ സംഗമം കിട്ടുന്നതെന്ന് ആര് പറയുവാണ്? ഈ പറയുന്ന ഋഷിമാര് പറയണം. അതായത് ശുദ്ധഭക്തൻ ഇവിടെ ആരാണ്? സൂതഗോസ്വാമി. ഇപ്പൊ സൂതഗോസ്വാമിയുടെ ആ സംഘം കിട്ടുമ്പോൾ തന്നെ എത്രയോ ഗംഗാ സ്നാനങ്ങൾ ചെയ്യുന്നതിനേക്കാളും എന്താണ് പവിത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ അവസരം ഉണ്ടായല്ലോ, അതൊരു ഭാഗ്യം തന്നെയാണ് ഞങ്ങൾക്ക്. അതായത് ഒരുപാട് ഗംഗാ സ്നാനം ചെയ്യുന്നതിനേക്കാളും എന്താണ് നല്ലതാണ് ഇതുപോലെ ഒരു ശുദ്ധഭക്തന്റെ ഒരു അസോസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏറ്റവും ആദ്യം എന്താണ്? അസോസിയേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പൊ അസോസിയേഷനാണ് ഏത് ആചാര്യന്മാരെടുത്താലും ആദ്യം പറയുന്നത്. നല്ല ഒരു സത്സംഗത്തിൽ പോയി ചേരുക. അവിടുന്ന് നല്ല നല്ല ആൾക്കാരുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് നമ്മൾ പവിത്രീകരിച്ചാണ് പിന്നെ എന്താണ് ജപിക്കാനായിട്ടുള്ള ടേസ്റ്റ് വരുന്നതും അതുപോലെ തന്നെ ഭഗവത്ഗീത ഭാഗവതം ഒക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള പ്രേരണ കിട്ടുന്നത് അല്ലേ? അപ്പൊ അതാണ് സത്സംഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് ഇത് നടക്കുമോ? ഇതെല്ലാം എനിക്കറിയാം, ഞാൻ യൂട്യൂബ് വഴി കേട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടക്കുമോ നമുക്ക്? ഇല്ല. നമ്മൾ യൂട്യൂബ് ഇല്ല. എടുക്കുമ്പോൾ തന്നെ മറ്റു പല ഗ്രാമകഥകളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ശരിക്കും നമ്മൾ നോക്കാനിരുന്നത് നോക്കത്തില്ല. എനിക്കും പറ്റിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു ലെക്ചർ നോക്കി നല്ലൊരു ഒരു ആചാര്യൻ്റെ ലെക്ചർ നോക്കി ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ എന്താണ് മായ നമ്മളെ ആകർഷിക്കും. വേറെ ഒരു യൂട്യൂബ് കണ്ട് നാട്ടിൽ നടക്കുന്ന ഒരു കൊലപാതകം, ഇങ്ങനെ ഒരു കൊലപാതകം നടന്നോ, ഉടനെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു, അത് കേട്ടു ഒരു ഫോൺ കോൾ വന്നു, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സമയമായി, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കാര്യത്തിന് വേണ്ടി പോകണം, ആരതിയുടെ സമയമൊക്കെ ആയി, നമ്മൾ അത് നിർത്തി. നമുക്ക് ആ ലെക്ചർ കേൾക്കാനായിട്ട് സാധിച്ചോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സത്സംഗം ഉണ്ടെങ്കിൽ ഇന്ന് എത്ര പേര് വന്നിട്ടുണ്ട്, അവർ കൃത്യമായിട്ട് ആ സത്സംഗത്തിൽ വന്ന് ആ സമയത്തിന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വന്ന് നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പോഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ക്ലാസ്സിലും കൊള്ളുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ആ പവിത്രീകരണം നമ്മൾ ഭൗതികമായിട്ടും ആന്തരികമായിട്ടും പവിത്രീകരണം നമ്മൾ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇവിടെ മുറിച്ച് നോക്കാൻ പറ്റുമോ അന്തരംഗത്തിൽ എന്തുമാത്രം ശുദ്ധമായെന്ന്? ആ കറുപ്പ് മാറിയിട്ടുണ്ടെന്ന്? ഇല്ല. പക്ഷെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. അന്തരംഗത്തിലേക്ക് തിരിഞ്ഞത് വൃത്തിയായോ ഇല്ലെന്നല്ലേ? അവിടെ വൃത്തിയാക്കാനായിട്ടുള്ള ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ആരാണ് വൃത്തിയാക്കുന്നത്? ഭഗവാൻ ഭഗവാനല്ല, ഗുരു. അല്ല, ഭഗവാനല്ല, ഗുരു ഗുരുവല്ല, സത്സംഗവും അല്ല. അന്തരംഗം വൃത്തിയാക്കുന്നത് ആരാണ് നമ്മൾ മാതാജി? രാധിക അന്തരം മാതാജി, എന്താണ് ചോദിച്ച അന്തരംഗം? അന്തരംഗം ആരാണ് ശുദ്ധീകരിക്കുന്നത്? നമ്മുടെ സത്സംഗത്തിൽ നിന്ന് പോയ ആ ഒരു അതൊക്കെയല്ലേ? അല്ല, ആരാണ് അത് ക്ലീൻ ചെയ്യുന്നത്? നമ്മൾ സത്സംഗമൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. സത്സംഗത്തിൽ നിന്ന് കിട്ടിയ നോളേജുകളും എല്ലാം സപ്പോർട്ട് ചെയ്യണം. ആരാണ് അത് ക്ലീൻ ചെയ്യുന്ന ആള്? അടിച്ചു വാരി വൃത്തിയാക്കുന്നത്? ബുദ്ധിയാണോ? അല്ല. ബുദ്ധിയൊക്കെ എവിടെ കിടക്കുന്നു? ബുദ്ധിയോ മനസ്സൊന്നുമില്ല. പിന്നെ അറിയില്ല ആരാണ്? അറിയില്ല. അറിയാതിരിക്കും, എനിക്ക് മറന്നുപോയി. നിങ്ങൾ മനസ്സ് അല്ല. മനസ്സ് എനിക്ക് എല്ലാവരോടും അഭിമാനം തോന്നുന്നു. ഞാൻ ഇനി ഒരു 10,000 തവണ എംബോസിഷൻ ഇടാൻ പോവാണത്. രാധാറാണി ഹരേ, രാധേ ഓ, രാധേ രാധേ രാധേ. ഹരേ, ഉം, ഹരിക്കുകയാണല്ലേ? ഉം, ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉം. അത് വൃത്തിയാക്കുക, ഇല്ലാതാക്കുക. 10/2 എന്ന് പറഞ്ഞാൽ എത്ര? 5 അല്ലെ? അതിനെ പകുതിയാക്കി മാറ്റുകയുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് 10 ഭയങ്കര വലിയൊരു ക്വാണ്ടിറ്റി ഇരിക്കുകയാണല്ലേ? ജന്മജന്മാന്തരങ്ങളായിട്ട് എടുത്ത പാവങ്ങള് അതിനെ ഹരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? അവിടെ അന്തരംഗ ശക്തി, ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്, അല്ലെങ്കിൽ ഹരേ എന്ന് പറയുന്ന ശക്തിയാണ് ആ നാമത്തിന്റെ പൊട്ടൻസി. ആ ഹരിനാമത്തിൽ ആ ഹരയാണ് 8 പ്രാവശ്യം പറയുന്നത്. ആ ഹരേ എന്ന് പറയുന്ന ശക്തിയാണ് എന്താണ് നമ്മളുടെ അന്തരംഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി തെറ്റിക്കരുത്, ഞാൻ അംബിക മാതാജി. ഇല്ല ഹരേ ഇല്ല കൃഷ്ണ. ബുദ്ധിയൊന്നും അല്ല കേട്ടോ. അത് നമ്മുടെ അന്നൊരു നമ്മുടെയൊക്കെ ബുദ്ധി കുബുദ്ധിയല്ലേ തപ്പിക്കുതപ്പലായി. മാതാജി? നല്ല ബുദ്ധിയായിരുന്നു നമ്മൾ എത്രയോ പെട്ടെന്ന് ഭഗവാന്റെ അടുക്ക് എത്തിച്ചേർന്നേനെ. ഹരേ കൃഷ്ണ. അപ്പം ഇനി അടുത്തത് ഭാവാർത്ഥം സുജന മാതാജിയുടെ ഉണ്ടോ? ഭാഗവതം ഇത് പറയില്ലേ? സാധുസംഘ സർവശാസ്ത്രികായ ഹരി ലവം ബോൾ.
സംഘ മാതാജിക്ക് ഇതൊക്കെ സർവ അറിയാമായിരുന്നല്ലേ? ഹരി ബോൽ. ഹരേ കൃഷ്ണ. അത് തന്നെയാണ് സാധു സംഘ എന്ന് പറഞ്ഞ് നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തില് പറയുന്നതാണ് അല്ലേ? സർവശാസ്ത്രങ്ങളും പഠിക്കാനായിട്ടുള്ള പ്രേരണ തോന്നുന്ന സാധു സംഘമാണ്. നമ്മള് ചതുർവേദിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? നാ 4 വേദങ്ങളും പഠിച്ചിട്ട് എന്താണ് നമുക്ക് സാധുസംഘം കിട്ടിയില്ല, ശാസ്ത്രജ്ഞോളജി മാത്രമുണ്ട്, സാധുസംഘം കിട്ടിയിട്ടില്ല, ഭഗവാൻ ആരാണെന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് കാര്യം? ഒരു കാര്യമില്ല അല്ലേ? അപ്പൊ നമ്മൾ ഹരിനാമം ജപിക്കുന്ന ആളെ എന്താണ് ത്രിദണ്ഡി എന്നൊക്കെയാണ് വിളിക്കുന്നത്. 3 ദണ്ഡുകളുള്ള സന്യാസിമാരുണ്ടല്ലോ, അവർക്കൊപ്പമാണെന്നാണ് പറയുന്നത് ഹരിനാമം ചൊല്ലുന്നത്. കാര്യം ഇതാണ് ഏറ്റവും പരമമായത്. അതറിയാതെയാണ് അവര് ഈ ശാസ്ത്രങ്ങളും അതും ഇതും എല്ലാം പഠിച്ച് 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 ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി പോവാണ്. പക്ഷെ ഭക്തി എന്ന് പറഞ്ഞൊരു സംഭവം ലെവലേഷൻ ഇല്ല. ഭക്തി ഇല്ലാതെ എങ്ങനെ ഭഗവത് പ്രേമം കിട്ടും? ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നോ ഗോപികമാർക്ക്? അവർക്ക് എത്ര PhD ഉണ്ട് മാതാജി ഗോപികമാർക്ക്? അവർക്കൊന്നും ഇല്ല. ഒരു ഒന്നുമില്ല. PhD അവർക്ക് ഇല്ല, സ്കൂളിൽ പോലും ഭക്തിയിൽ പോയിട്ടില്ല അല്ലേ? PhD ഉണ്ട്. ഭക്തിയിലുണ്ട് PhD. അതെ. ആ ഒരു ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാന് സന്തോഷം വരണം. അവരുടെ സന്തോഷം ഒന്നും വേണ്ട, അവരുടെ ഇന്ദ്രിയങ്ങളോ അവരുടെ മനസ്സോ വേണം. അവർക്ക് ഭഗവാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, അതായിരുന്നു അവരുടെ ഇഷ്ടം. അതായിരുന്നു. അല്ലാതെ എനിക്ക് സന്തോഷിക്കണം എന്നുള്ള ഒരു ചിന്തയില്ല. ഭഗവാൻ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ മറന്ന് അവർക്ക് സമർപ്പിച്ചത് അല്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാവാർത്ഥം വായിക്കാനായിട്ട് സുജന മാതാജി വായിക്കൂ. എന്റെ ബുക്കിൽ ഭാവാർത്ഥം ഇല്ല പ്രഭുജി. എന്നാ നമുക്ക് ഇന്ന് അടുത്ത് രാധിക മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പുണ്യനദിയായ ഗംഗാജലത്തേക്കാൾ അധികം ശക്തിയുള്ളവരാകുന്നു ശുദ്ധ ഭഗവത് ഭക്തർ. ദീർഘകാലം ഗംഗാ സ്നാനം ചെയ്യുക വഴി ഒരാൾക്ക് ആത്മീയ നേട്ടം പ്രാപ്തമാക്കാം. എന്നാൽ ശുദ്ധ ഭഗവത് ഭക്തന്റെ കൃപയാൽ ഒരാൾ തൽക്ഷണം പവിത്രീകരിക്കപ്പെടുന്നു. ശൂദ്രനോ സ്ത്രീയോ വ്യവസായിയോ ആരുമാകട്ടെ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലങ്ങളെ ആർക്കും അഭയം പ്രാപിക്കാം. അപ്രകാരം അഭയം പ്രാപിക്കുന്ന ആരും ഭഗവദ്ധാമത്തിൽ മടങ്ങിച്ചൊല്ലും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഭഗവത് പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുകയെന്നാൽ ഭഗവാന്റെ ശുദ്ധ ഭക്തചരണ കമലങ്ങളിൽ അഭയം പ്രാപിക്കുകയാകുന്നു. സേവനം മാത്രം ഏകലക്ഷ്യമായ അത്തരം ശുദ്ധഭക്തരെ വിഷ്ണുപാദ, പ്രഭുപാദ എന്നീ നാമങ്ങളാൽ അഭിസംബോധന ചെയ്യുന്നു. അത്തരം ഭഗവത് ഭക്തർ ഭഗവാന്റെ പാദാംബുജങ്ങളുടെ പ്രതിനിധികളാണെന്ന് ഈ നാമങ്ങൾ സുസ്പഷ്ടമാക്കുന്നു. ആകയാൽ പരിശുദ്ധ ഭഗവത് ഭക്തനെ തന്റെ ആചാര്യനായി അംഗീകരിച്ച് ശുദ്ധഭക്ത പാദാംബുജങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ഏതൊരാൾക്കും തൽക്ഷണം പരിശുദ്ധനാകാൻ കഴിയും. അത്തരം ഭഗവത് ഭക്തർ ഭഗവാന് തുല്യമായി ആദരിക്കപ്പെടുന്നു. കാരണം അവർ ഭഗവാന്റെ സ്വകാര്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛാനുസരണം അവർ ഭൗതിക ലോകത്തിലുള്ള പതിതാത്മാക്കളെ ത്രാണനം ചെയ്ത് ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നു. ഔവണ്ണമുള്ള ശുദ്ധഭക്തരെ ശ്രേഷ്ഠമായ രീതിയിൽ ഉപഭഗവാൻ അഥവാ ഭഗവത് പ്രതിനിധികളായി പ്രവർത്തിക്കുന്നവൻ എന്ന് വെളിപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ഒരു പരിശുദ്ധ ഭഗവത് ഭക്തന്റെ ആത്മാർത്ഥ ശിഷ്യൻ ആധ്യാത്മിക ഗുരുവിനെ ഭഗവാന് സമാനമായി കരുതുകയും അതേസമയം സദാ ഭഗവത് സേവകന്റെ വിനയാന്വിത സേവകനായി സ്വയം കരുതുകയും ചെയ്യുന്നു. ശുദ്ധഭക്തിയുടെ മാർഗം ഇപ്രകാരമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ശുദ്ധ ഭക്തിയുടെ മാർഗം വിവരിച്ചാണ് എങ്ങനെയാണ് ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തന്റെ പാദകമലങ്ങളിൽ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഭഗവാന്റെ അടുത്തേക്ക്, അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. കാര്യം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് പോകാനുള്ള ക്വാളിഫിക്കേഷൻ. നമ്മൾ പുരാണത്തിൽ പറഞ്ഞ പല കഥാപാത്രങ്ങളും എന്താണ് നമ്മൾക്കിങ്ങനെ അവരുടെ കഥകളൊക്കെ പറയാമെങ്കിൽ നമ്മൾ എത്രയൊക്കെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്തത്തില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതേപോലെ ക്വാളിറ്റിയുള്ള ഒരു ആചാര്യന്റെ പാദകമലങ്ങളെ പിന്തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അനുസരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ അങ്ങനെ ഇതുപോലെയുള്ള ശുദ്ധഭക്തരെ എന്താണ് വിളിക്കുന്നത്? വിഷ്ണുപാദ അല്ലെങ്കിൽ പ്രഭുപാദ എന്ന് വിളിക്കുന്നു. എന്താണ് പ്രഭുപാദരുടെ പ്രണാമമന്ത്രം? ആർക്കാണ് പറയാൻ പറ്റുന്നത്? ജ്ഞാനാംബിക മാതാജി പറയാം.
നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ആ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിക്ക് നാമിനെ നാമിനെ നമ ഭക്തിവേദാന്ത സ്വാമിനിക്ക് നാമിനെ നമ ആചാര്യപദ അല്ല അതല്ല നമ യോ, നാമിനെ അടുത്ത വരി ഉണ്ടല്ലോ നാമിനെ നമസ്തേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണെ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയല്ലേ എന്താണ് ഉള്ളൂ? നമവും വിഷ്ണുപാദ, കണ്ടില്ലേ ആ വിഷ്ണുപാദ, ആ അങ്ങനെയുള്ള ആൾക്കാരെ എന്താണ് വിഷ്ണുപാദ എന്നല്ലെങ്കിൽ പ്രഭുപാദ എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ അതെ ആ ആ ധ്യാന ശ്ലോകത്തിൽ തന്നെ കണ്ടു അല്ലേ. ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ ശരണാഗതി പ്രാപിച്ച് ഭഗവാൻ എന്താണ് അവരിലേക്ക് സർവ്വകൃപയും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരെ നമ്മൾ ആശ്രയിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്തന്മാരുടെ പരമ്പരയിൽ വരുന്ന ആളെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി ഈ ശൃംഖലയിൽ കണക്റ്റ് ആയി കഴിയും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അപ്പം അവര് നമ്മളെ എന്താണ് ഭഗവാന്റെ ധാമത്തിലേക്ക് മടങ്ങി പോകാനായിട്ട് അവര് സഹായിക്കും, അല്ലെങ്കിൽ അവരുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് പുരാണങ്ങളിൽ. ഞാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ രണ്ട് മൂന്ന് കഥ പറയാം. ഈ 3 ശ്ലോകം കഴിഞ്ഞിട്ട് കഥയുണ്ടെങ്കിൽ, അല്ല സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആ കഥ പറയാം. പല പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ പലർക്കും ഓർമ്മയില്ലാത്തത് കൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. ശ്ലോകം 16. को वा भगवदस्य तस्य पुण्यश्लोकेढ्या कर्मणा शुद्धिकामो न शृणुयादृशा कलिमलापहम्. को वा भगवदस्य पुण्यश्लोकेढ्या कर्मणा शुद्धिकामो न शृणुयादशा कलिमलापहम्. हरे कृष्णा. पद्मा माता जी. हरे कृष्ण. को वा भगवतस्य पुण्यश्लोके च कर्मणा शुद्धिकामो न शृणुयात् कलिमलापहम्. हरे हरे कृष्णा. कृष्ण. विलासिनी माता जी. ബുക്കില്ലല്ലേ? ബുക്കില്ല. ബുക്കില്ല. കൃഷ്ണകുമാരി മാതാജി. को वा भगवदत्तस्य पुण्यश्लोकेढ्य कर्मणा शुद्धिकामो न शृणुयादृश कलिमलापहम्. हरे कृष्ण. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതന്റെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. കാ ആര് വാ സന്തോഷത്തോടെ ഭാഗവത ഭഗവാന്റെ തസ്യ അദ്ദേഹത്തിന്റെ പുണ്യ നന്മകൾ ശ്ലോക ഈഢ്യ പ്രാർത്ഥനകളാൽ ആരാധിക്കുന്നു. കർമ്മങ്ങൾ ശുദ്ധി കാമ സർവ്വവിധ പാപങ്ങളിൽ നിന്നുമുള്ള മുക്തിവാഞ്ച ന ഇല്ലാത്തത് ശൃണുയാത് ശ്രമിക്കുന്നു. യസ്യ മാഹാത്മ്യങ്ങൾ കലിയുഗത്തിന്റെ മഹാമഹം പാപ നിർമോചന പ്രതിസന്ധി. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. കലിയുഗത്തിലെ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി നന്മ നിറഞ്ഞ ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രവിക്കാൻ താല്പര്യം കാട്ടാത്തവർ ആരുണ്ടിവിടെ? നല്ലൊരു ചോദ്യചിഹ്നം എഴുതിയിരിക്കുകയാണ് അല്ലേ. ഈ കലിയുഗത്തിലെ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി നന്മ നിറഞ്ഞ ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രവിക്കാനായിട്ട്, അതായത് കലിയുഗത്തിലെ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രവിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. ബാക്കിയുള്ള ക്ലീനിങ്ങുകളൊക്കെ എന്താണ്? ഈ നശിച്ചു പോകുന്ന ഈ നശ്വരമായ ശരീരത്തിനാണ് ക്ലീനിങ്. നമ്മൾ എത്ര ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ എത്ര കട്ടിയുള്ള പുട്ടിയിട്ട് എത്ര മുടി കറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? ഈ നശിച്ചു പോകുന്ന നശ്വരമായ വളരെ നൈമിഷികമായിട്ടുള്ള ഈ ശരീരത്തിനെയാണ്. ഈ പരിശുദ്ധി നടക്കുന്നതൊക്കെ എവിടെയാണ്? അന്തരംഗത്തിലാണ് നടക്കുന്നത് അല്ലേ. അപ്പം ഈ ഭഗവത് മഹാത്മ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മാത്രം, ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ കഥകളും ശ്രവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിലെ എന്താണ് പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എത്ര പേർക്ക് അറിയാം. ഇപ്പൊ നമ്മള് കൃഷ്ണബോധത്തിന്റെ ഒക്കെ ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു. നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോയപ്പോഴത്തേനും അതുപോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണൻ അവതരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത് അല്ലേ?
ആരെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനെ? ഇത് എവിടെയോ കഥകൾ, പുരാണങ്ങളും കുറെ കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് കുറച്ച് എന്താണ് ഉണ്ടാക്കി എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയപ്പോൾ ഭഗവാന്റെ ഓരോ ലീലകളും നടന്ന സ്ഥലങ്ങളിൽ ചെന്ന് കണ്ടപ്പോൾ നമുക്കെല്ലാം വിശ്വാസമായില്ലേ? അപ്പൊ ആ സ്ഥലമൊക്കെ അതേപടി അതേ പേരില് ഈ വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അത് നമ്മൾ അവിടെ നേരിട്ട് പോയി കണ്ട് രാസലീല നടന്ന സ്ഥലത്തിൽ. അപ്പൊ രാസലീല ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ രാസലീല വായിക്കുകയും ഇവിടെയാണ് രാസലീല നടന്ന സ്ഥലം. അപ്പൊ നമ്മൾ രാസലീലയായിട്ട് കണക്ട് ആയി കഴിഞ്ഞു അല്ലേ? നമുക്കും എന്താണ് പിന്നീട് ആ രാസലീലയുടെ സ്മരണം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ ലീലയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. രാസലീലയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ ഒന്നും പോരാ. നമ്മൾ മനസ്സുകൊണ്ട് പങ്കെടുക്കുന്ന ആൾക്കാരെ ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഭയങ്കരമാണ്. ആ രാസലീലയിൽ പങ്കെടുക്കാൻ മഹാദേവനോ ലക്ഷ്മി ദേവിക്കോ പോലും അവസരം കിട്ടത്തില്ല. അങ്ങനെയുള്ള രാസലീലയിൽ നമ്മൾ മനസ്സുകൊണ്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മളുടെ ഈ ഭാവത്തിൽ നമ്മൾ മാറണം അല്ലേ? നമ്മൾ ആ ഗോപികമാരുടെ ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാന്റെ രാസലീലയിൽ, നിത്യ രാസലീല നടക്കുന്ന സ്ഥലമാണ്. എവിടെയാണ് രാധിക മാതാജി? മധുവനം. മധുവനം. ഇതിവനല്ലേ? നിധിവനം. നിധിവനോ മധുവനം? നിധിവനാണ്, മധുവന അല്ല മാതാജി. നിധിവനം. നിധിവനം. അവിടെ പോയിട്ടുണ്ട്. അതിനകത്ത് കയറിയെല്ലാം നടന്നിട്ടുമുണ്ട്. അതെ, ഒരു മിനിറ്റ്. മൊത്തം പോയതാണല്ലേ ചേച്ചി? ഇവിടെയും പോയേക്കോ കരണ്ട്? ഞാൻ നാളെ നിലവിളക്ക് കത്തിച്ചു. ഇവിടെ ഇൻവെർട്ടറും ഒന്നും ഇല്ല. നിലവിളക്ക് കത്തിച്ചു. ഫോൺ അവിടെ ഓണാക്കി എങ്ങനെ? വെച്ചേക്കുക. അവിടെ എന്താ ഇത്? ഇവിടെ ചേട്ടന്റെ ഫോൺ ഓണാക്കി വെച്ചേക്കുക. ഞാൻ നിലവിളക്ക് കേട്ടില്ല. ഞാൻ കെട്ടതായിരുന്നു. പക്ഷെ ഞാനടുത്ത് കത്തിച്ചു. എങ്ങനെയെങ്കിലും ഇത് ക്ലാസ് കഴിയുന്ന മാതിരി ഇരിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു എന്താണ് ഭഗവാന്റെ ലീലകൾ കേൾക്കുവാണെങ്കിൽ നമ്മളെ പാപകർമ്മങ്ങളിൽ നിന്നും നമ്മളെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കും. നമുക്കിപ്പം ഒരു ഉറുമ്പിനെ കൊല്ലണമെങ്കിലും അത് പാപമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പിന്നോട്ട് മാറും അല്ലേ? അപ്പൊ അത്രയ്ക്ക് പോലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ അല്ലേ? അപ്പൊ നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളോട് നമുക്ക് എന്താണ് സഹിഷ്ണുത തോന്നി തുടങ്ങി. ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. നമ്മൾക്ക് ഇതിനൊന്ന് സൃഷ്ടി ചെയ്യാനായിട്ട് നമ്മൾ അധികാരിയല്ലാത്തത് കൊണ്ട് അവയെ ഇല്ലാതാക്കാനും അധികാരിയല്ല. പ്രകൃതിയാണ് ഇതിനെല്ലാം ചെയ്യുന്നത് അല്ലേ? ഓരോ ജീവജാലങ്ങളുടെയും എണ്ണം കൂടുമ്പം മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പ്രകൃതി ഇതിനെ ജീവോ ജീവസ്യ ജീവാനാം എന്ന് ഭാഗവതം പറയുന്നു അല്ലേ? ഓരോ ജീവികളെ അതിന്റെ സന്തുലിതാവസ്ഥ മാനേജ് ചെയ്യുന്ന പ്രകൃതിയാണ് അല്ലേ? ഇനി അതിന്റെ നമ്മൾ ഭാവാർത്ഥം ഒന്ന് നോക്കാം. വിലാസിനി മാതാജി. വായിക്കണോ മാതാജി? എന്നാ മാതാജി വായിച്ചു ഭാവാർത്ഥം. ഞാൻ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീ ജയ്. കലഹപ്രിയമെന്ന സവിശേഷ ലക്ഷണത്തോടു കൂടിയതാകയാൽ കലിയുഗം അത്യന്തം ഗർഹണീയമായ യുഗമാകുന്നു. നിസ്സാര തെറ്റിദ്ധാരണ മൂലം കലാപങ്ങൾ ഉണ്ടാകുന്ന വിധം ദുരാചാരപൂരിതമാണ് കലിയുഗം. സ്വാർത്ഥമതികളല്ലാത്തവരും കർമ്മഫലങ്ങളിൽ നിന്ന് ശുഷ്ക ദാർശനിക ഊഹാഭോഗങ്ങളിൽ നിന്നും സ്വതന്ത്രരായവരുമായ ഭഗവാന്റെ ശുദ്ധ ഭക്തിയുത സേവനത്തിൽ മാത്രം സദാ ചിത്തരായവരാണവർ. ഈ യുഗത്തിന്റെ വിദ്വേഷങ്ങളിൽ നിന്നും നിർമുക്തരാകുവാൻ കഴിവുള്ളവരായി തീരുന്നു. സമാധാനത്തോടെയും മൈത്രിയോടെയും ജീവിക്കുവാൻ ജനനേതാക്കൾ ഉത്സുകരാണ്. എന്നാൽ ഭഗവത് മഹാത്മ്യ ശ്രവണമെന്ന ലഘുമാർഗത്തെ നിർബന്ധിച്ച് യാതൊരു അറിവും അവർക്കില്ല. പ്രത്യുത അത്തരം നേതാക്കൾ ഭഗവത് മഹാത്മ്യ പ്രചാരണത്തെ എതിർക്കുകയും ചെയ്യുന്നു. അതായത് മൂഢ നേതാക്കൾ ഭഗവത് അസ്തിത്വത്തെ പരിപൂർണമായി നിഷേധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമല്ല, അത്തരം മതനിരപേക്ഷ രാജ്യമെന്ന ആശയ വ്യാജേന ഓരോ വർഷവും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭഗവാന്റെ ഭൗതിക പ്രകൃതിയുടെ ദുഷ്കരങ്ങളായ സങ്കീർണതകളാൽ രോഗശമനത്തിനായുള്ള ഈ പദ്ധതികളൊക്കെ നിരന്തരം വിഫലമാക്കപ്പെടുന്നു. സമാധാനത്തിനും
മൈത്രിക്കുമായുള്ള അവരുടെ പ്രയത്നങ്ങൾ പാഴായി പോകുന്നത് ദർശിക്കുവാനുള്ള നേത്രങ്ങൾ അവർക്കില്ല. എന്നാൽ ഇവിടെ ഈ പ്രതിബന്ധങ്ങളെ മറികടക്കുവാനുള്ള സൂചന നൽകിയിരിക്കുന്നു. നാം യഥാർത്ഥ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുന്നതിനുള്ള പാത തുറക്കുകയും ശ്രീമദ് ഭാഗവതത്തിൽ വിശദമായി വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ നന്മ നിറഞ്ഞ കർമ്മമാഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുകയും വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കലിയുഗത്തിന്റെ സവിശേഷതകൾ ഒരുപാടാണ്, പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അതുപോലെ കലിയുഗ വർണ്ണന തന്നെ ഭാഗവതത്തിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കലിയുഗം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു യുഗമാണ്. പക്ഷെ കലിയുഗത്തിൽ എന്താണ് ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആയുസ് കുറവാണ്. പിന്നെ എന്താണ്, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്രോസസ്സ് വളരെ ലളിതമാണ്. പിന്നെ എന്താണ്, ഈ കൽപ്പത്തിൽ നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. ചൈതന്യ മഹാപ്രഭു നമുക്ക് വന്ന് ഹരിനാമം തന്നു. എല്ലാ കൽപ്പത്തിലും, ബ്രഹ്മദേവന്റെ എല്ലാ കൽപ്പത്തിലും ചൈതന്യ മഹാപ്രഭു അവതരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എന്താണ്, പ്രത്യേകിച്ചും നമ്മൾ വിശേഷ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹരിനാമം കിട്ടിയത്. അതുകൊണ്ടാണല്ലോ ഈ പൂന്താനം ജ്ഞാനപ്പാനെ പറഞ്ഞല്ലേ, ഇവിടെ വന്നിട്ടൊരു പുല്ലായിട്ടെങ്കിലും ഈ ഭാരത വർഷത്തിൽ ഇവിടെ വന്നിട്ടൊരു പുല്ലായിട്ടെങ്കിലും ജനിക്കാനായിട്ട് ആൾക്കാർ എന്താണ്, ഉപരിലോകങ്ങളിൽ ഇരിക്കുന്നവർ തപസ് ചെയ്യുകയാണ് അവിടെ ഇരുന്നിട്ട്. കാര്യം എന്താണ്, അവർക്കൊക്കെ ലക്ഷക്കണക്കിന് വർഷം തപസ്സിരിക്കുകയും അതും ഇതുമൊക്കെ ചെയ്യണം ഇവിടെ നിന്ന് കരകയറി പോകാനായിട്ട് അവരുടെ കാലഘട്ടത്തിൽ നിന്ന്, അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, കലിയുഗത്തിൽ വന്ന് പിറന്നു കഴിഞ്ഞാൽ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് അല്ലേ? ഈ ശാസ്ത്രങ്ങൾ പഠിക്കണോ, ധ്യാനത്തിൽ വർഷങ്ങൾ ഇങ്ങനെ ഇരിക്കണോ, ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കണോ, തലവ് കീഴായി നിൽക്കണോ, ഒറ്റക്കാലം നിൽക്കണോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കലിയുഗത്തിൽ ജനിച്ചിരിക്കുന്നവര് വളരെ ഭാഗ്യവാന്മാരാണ്. പക്ഷെ എത്ര പേര് ഈ കലിയുഗത്തിന്റെ മഹത്വം, ഹരിനാമ ജപമാണ് നമ്മളെ ഇവിടെ നിന്ന് പോകാനായിട്ട് സഹായിക്കുന്നത്. അതായത് നമ്മളുടെ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് ഭാഗവത ശ്രവണം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എത്ര പേർക്ക് അറിയാം? ഇപ്പൊ ഒക്കെ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഭാഗവതം എല്ലാവരും ആർക്കും അറിയത്തില്ല പ്രഭു, ആർക്കും അറിയത്തില്ല. ഒരു മനുഷ്യർക്കും അറിയത്തില്ല. നമുക്ക് അറിയത്തില്ല. ഈ കലിയുഗത്തിന്റെ പ്രത്യേകത, ഉള്ളവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. നമ്മള് കലിയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്ന ആരാണ്? അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് അവര് മതപാഠശാല ക്ഷേത്രത്തിൽ നടത്തുന്നതിനെ അവര് എതിർക്കുന്നു, അല്ലേ? അവര് എന്താണ്, മറ്റുള്ള അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ, മറ്റു മതസ്ഥരായ ആൾക്കാരെ ക്ഷേത്രത്തിൽ നിയമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ക്ഷേത്രത്തിന്റെ പണം കൊണ്ട് നമുക്ക് നമ്മുടെ സമുദായത്തിന് എതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ വരുമാനം പോകുന്നു. നമ്മുടെ ഹിന്ദുക്കൾ എത്രയോ ആൾക്കാർ ഹൈന്ദവർ പട്ടിണി കിടക്കുകയാണെങ്കിലും അവർക്ക് പഠിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ഒന്നും നമ്മളായിട്ട് കൊണ്ടേ കൊടുക്കുന്ന, നമ്മൾ ഓരോരുത്തരും കൊണ്ടേ കൊടുക്കുന്ന ഇതിന് നമ്മൾ അവകാശികളല്ലാതെ ആയി തീരുന്നു. മറ്റുള്ള സമുദായത്തിൽ അവരുടെ സ്കൂളുകളിലൊക്കെ എന്താണ് ശമ്പളം കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗവൺമെന്റ് മാറ്റി അത് ചെലവ് ചെയ്യുകയാണ്, അല്ലേ? നമ്മളിപ്പം അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ എന്താണ്, വർഗീയവാദികളായിട്ട് മുദ്ര കുത്തുന്ന ആ ഒരു സമ്പ്രദായമാണ് നമ്മൾ കലിയുഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗവതമൊക്കെ എന്താണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചില ക്ഷേത്രങ്ങൾ നടത്തുന്നത് തന്നെ, അല്ലേ? അവിടെ കിട്ടുന്ന ദക്ഷിണ, പിന്നെ എന്താണ്, മുഴുവൻ സ്പോൺസർ ആയിരിക്കും, സദ്യ അടക്കം എല്ലാ സ്പോൺസർ. പിന്നെ ഈ വരുന്നത് ആചാര്യന്മാരും എന്താണ്, അങ്ങോട്ടേക്ക് ഇറങ്ങി മുറുക്കും സിഗരറ്റ് വലിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 2 വിട്ടിട്ടൊക്കെയാണ് വരുന്നത്. എന്നിട്ട് അവിടെ ഒരു പ്രാവശ്യം ഇവിടെ സപ്താഹം നടത്തി എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു. ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് മാറി അങ്ങേരി ഒന്ന് എണ്ണി നോക്കി വെച്ച് തിരിച്ചു കൊണ്ട് കൊടുത്തു. അങ്ങേർക്ക് അത് പോരെന്ന് പറഞ്ഞു പൈസ. ഏതാണ്ട് ഇച്ചിരി കുറവുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് കൊണ്ട് അവര് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തതാണ് കിട്ടിയത്. പക്ഷെ അത് അയാൾ പറഞ്ഞ പൈസ കൊടുത്തു, പക്ഷെ അത് പോരാന്ന്. അയാള് നാമം ചെല്ലിയെന്നോ അയാളൊക്കെ പറഞ്ഞിട്ട് പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ കലിയുഗത്തിൽ ഇങ്ങനെ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്നവരും പിന്നെ പ്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരും, അവരെ കൊണ്ടൊക്കെ എങ്ങനെ നമ്മളെ കൊണ്ട് നാമം ജപിക്കാണ്ട് കൃഷ്ണഭക്തരാക്കാൻ പറ്റും? അതായത് കുറച്ച് പേര് ഉറങ്ങാനായിട്ട് വരിക, ഇവരുടെ ഡ്യൂട്ടി എന്താണ്, കൂലിവേല ചെയ്യുന്നവരല്ലേ. അപ്പം വായിച്ചു തീർക്കുക, 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ കഴിഞ്ഞ് അവര് കള്ളത്തരം കാണിക്കും പ്രഭു. എന്നറിയാമോ, നമ്മൾ ഈ പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അവര് പടപടപടാന്ന് അങ്ങ് മറിക്കും, 10, 20, 30 പേജൊക്കെ അങ്ങ് മറിച്ച് കളയും, വായിക്കുന്ന മുഴുവനാക്കാതെ. അങ്ങനെയുണ്ട്.
അതെയല്ല. അപ്പൊ അങ്ങനെയൊക്കെ കാണും. കലിയുഗല്ലേ, നമ്മൾ അതിശയോക്തി വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ നമ്മളത് നടക്കും. കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഈ നമ്മൾ എന്താണ് പറയുന്നത്, ശ്രീല പ്രഭുപാദർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം അതെ. അതെല്ലാം അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞ്, അദ്ദേഹം ഭഗവാനും മുൻകൂട്ടി കണ്ടു. അതുപോലെ തന്നെ അത് അതിന്റെ ഭാവാർത്ഥ എഴുതിയ ശ്രീല പ്രഭുപാദരും വർഷങ്ങൾക്ക് മുൻപേ ഇത് കണ്ട് ഇത് എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഈ കലിയുഗത്തിലുള്ള ഈ ജനങ്ങളോട് വളരെയധികം കരുണയുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ജനങ്ങൾ എത്ര പേര് ഇത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ എന്താണ്, നമ്മളുടെ കൂടെയുള്ളവരെയും നമ്മളെ തിരിച്ച് കടിക്കുകയില്ലാത്ത ആൾക്കാരോടൊക്കെ തന്നെ ഭഗവാന്റെ ദിവ്യനാമത്തെ, പിന്നെ കാര്യം ഒരാളെങ്കിലും ഈ പറയുന്ന കലിയുഗത്തിന്റെ ഈ പീഡയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സഹായിച്ചെങ്കിൽ അങ്ങനെയുള്ളവരെ ഭഗവാന് ഭയങ്കര പ്രിയമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒരാളെയെങ്കിലും നാമം ജപിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ളതോ നാട്ടിലുള്ള അയൽക്കത്തുള്ളതോ ഒരാളെ കൊണ്ടെങ്കിലും ഭഗവാന്റെ ഒരു മാല ജപിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെങ്കിൽ നമ്മൾ ചെയ്ത ഒരു വലിയ കാര്യമാണ്. നമ്മൾ വേറെ ഹോമവും യാഗവും കുറെ പേർക്ക് വസ്ത്രദാനവും അതുമല്ല അന്നദാനവും ഒക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ ഉപരിയാണ് എന്താണ് ഒരാളെ കൊണ്ട് ഒരു മാല ജപിപ്പിക്കുക, അത് ഒരാളെ കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എന്താണ്, നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, അവർ വരുവോ അവർ പറഞ്ഞാൽ കേൾക്കുവോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉത്തമരായിട്ടുള്ള ഒരാളെ കണ്ടെത്തുമ്പം അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരോട് മനസ്സിലാക്കണം. ഇതേപോലെ ഇന്ന പോലെയൊക്കെയാണ് നിങ്ങൾ, അത് ഇപ്പോഴൊന്നും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ പതുക്കെ നാമം ജപിക്കൂ, എന്നിട്ട് പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വളരെ സാവധാനത്തിൽ എല്ലാം കൂടെ ഒറ്റ വായിൽ പറഞ്ഞു തീർക്കാൻ പറഞ്ഞാൽ അവരെന്താണ് അവിടുന്ന് കണ്ടം വഴി ഓടി രക്ഷപ്പെടും. നമ്മുടെ ഈ നോളേജിന്റെ ഭണ്ഡാരം ഒന്നും അയവിറക്കി അവരുടെ അടുക്കിലേക്ക് ഇടാതിരിക്കുക ദയവായി. അപ്പം വളരെ ചുരുങ്ങി അവരോട് യമനിയമങ്ങൾ, ചിലരെ കൊണ്ട് വരുന്ന ആൾക്കാരോട് ആദ്യം പറഞ്ഞ് യമനിയമങ്ങൾ, അത് കേട്ട് കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഇവിടെ ഇവിടെ അനുഭവമുള്ളതാണ്. ഇവിടുത്തെ ഈ സ്ഥലത്ത് നമ്മുടെ സത്സംഗത്തിലൊക്കെ യമനിയമങ്ങളിൽ നിന്ന് കേട്ട് അതെന്താന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു മനുഷ്യർ ആ ഏരിയയിൽ അടുക്കത്തില്ല. പിന്നെ 16 റൗണ്ട് ജപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 16 റൗണ്ട്, ഒരു റൗണ്ട് ജപിക്കാൻ എനിക്ക് സമയമില്ല, എന്നാൽ ഞാൻ ഇതിൽ ഇന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ഷെൽട്ടർ, ഇനീഷ്യേഷൻ, ദീക്ഷ. അപ്പൊ ഞാനിത് മെയിനായിട്ട് പറയുന്നത് ജ്ഞാനാംബിക മാതാജിക്ക് വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ആൾക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഭക്തിയുത ഇതിനെപ്പറ്റി യാതൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരോട് ഇങ്ങനത്തെ ടേംസുകൾ, നമ്മൾ ഷെൽട്ടർ, ഇനീഷ്യേഷൻ, ഗുരുദീക്ഷ, അതൊന്നും പറഞ്ഞ് അവരോട് ആകെപ്പാടെ നമ്മൾ ചെയ്യേണ്ട നാമം ജപിക്കുക. ഭഗവത്ഗീത പറ്റുവാണെങ്കിൽ ഒരു ഭഗവത്ഗീത അറേഞ്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ക്ലാസ്സിൽ സത്സംഗത്തിൽ കയറ്റുക. അത്രയും മാത്രം ചെയ്താൽ മതി. അത് ചെയ്താണെങ്കിൽ നമ്മൾ സക്സസ് ആയി. നമ്മൾ ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പൊ ജ്ഞാനാംബിക മാതാജി ഇത്ര പേരെ കൊണ്ടുവന്നു. അപ്പൊ അതാണ് മാതാജിയുടെ വലിയ പേര്. 4 പേരെ നമ്മുടെ ഈ കൃഷ്ണമാതാജിയെ കൊണ്ടുവന്ന ഞാനാ, കൃഷ്ണ. അതെ, അതാണ് പറയുന്നത്. അപ്പൊ അതാണ് മാതാജി 1000 പശുക്കളെ ദാനം ചെയ്തതിനേക്കാളും. രമ മാതാജി, പിന്നെ അതായത് എനിക്കറിയാം മാതാജി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ശാന്തകുമാരി മാതാജി. അപ്പൊ അതില് സത്സംഗത്തിലുള്ളത് ഇപ്പൊ രമ മാതാജിയൊക്കെ വിട്ടുപോയി. ഇവർ രണ്ടുപേരും എനിക്ക് അമ്മയൊക്കെ വന്നിരിക്കുന്നത് ബുദ്ധിമുട്ടാ. പൊന്നമ്മ മാതാജിയും പൊന്നമ്മ മാതാജിയാണ് മാതാജിയെ കൊണ്ടുവന്നത്. വിളിച്ചിട്ടും കിട്ടിയില്ല. പൊന്നമ്മ മാതാജിയാണ് ജ്ഞാനാംബിക മാതാജിയെ കൊണ്ടുവന്നത്, ശരിയല്ലേ? എന്നെ കൊണ്ടുവന്നൊന്നുമല്ല, ഞാൻ വിളിച്ചു ചോദിച്ചതാ. അവൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് സത്സംഗം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ, ഏതാ സത്സംഗം, ആരാ? അപ്പോഴേ ഞാൻ പറഞ്ഞു, എടി എന്നെ കൂടെ കേട്ടടി എന്ന് പറഞ്ഞു. അവള് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു, നീ ആ നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഞാൻ പ്രഭുവിനെ വിളിക്കുമായിരുന്നു, അങ്ങോട്ട് വിളിക്കുമായിരുന്നു. എന്തായാലും നമ്മൾ ഒരാൾ ത്രൂ അല്ലേ. അപ്പൊ അവര് നമ്മളുടെ ഒരു ഗുരുസ്ഥാനീയരാണ്. അപ്പൊ പൊന്നമ്മ മാതാജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ 1 മാസം മുൻപേ അയച്ച മെസ്സേജാണ്, ഇപ്പൊ കാണുന്നില്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെയാണ് റെഡി ചെയ്യുന്നത്. മാതാജിയുടെ മകളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നാലും മാതാജിക്ക് സമയമില്ലായിരുന്നു, അവരെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വരായിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ കർത്തവ്യം ഇതാണ്. നമ്മൾ സത്സംഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു കാരണമാകുക, അല്ലെങ്കിൽ അവരെ കൃഷ്ണഭക്തി കൊടുക്കുക. അത് എന്നാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അവരോട് ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക. അവരോട് വളരെ സാവധാനം, കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പതിയെ പതിയെ പറഞ്ഞു മനസ്സിലാക്കുക. ഓരോരോ സ്റ്റേജ് കടന്നു പോകുക. ആദ്യം നാമം ജപിപ്പിക്കുക,
പിന്നെ പിന്നെ ഇതിനകത്ത് അവർക്ക് ടേസ്റ്റ് വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പറയാം. തന്നെ ടേസ്റ്റ് വന്നോളൂ. വരുന്നിടം അതൊക്കെ വരെ ഭഗവാനും ഗുരുവാണ് ചെയ്യുന്നത്. നമ്മളുടെ കടമ എന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി അവർക്ക് ഇതിലേക്കുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ ഗുരുവും ഭഗവാന്റെ കൈകളാണ്. നമ്മൾക്ക് ഒരാളെയും പരിവർത്തനം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനൊരു കാരണമാകണമെങ്കിൽ അതും ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുവിന്റെ കൃപ, മറ്റ് ഇവിടെ ആ വരുന്ന ആൾക്കാർക്ക് ഭാഗ്യം ഉണ്ടാകണം, അല്ലേ? അവർക്ക് അപ്പൊ യോഗം ഒരു ഒരു ഉണ്ടായിരിക്കണം. ഒരു ജോലിയില്ലാതെ ഒരു രണ്ടും മൂന്നും സ്ത്രീകൾ ഓരോ വീട്ടിൽ ഇരിപ്പുണ്ട്. അവരൊന്നും വരത്തില്ല. ഉം. കൃഷ്ണയ്ക്ക് അറിയാം. രണ്ടു മൂന്ന് പേര് വെച്ചുണ്ട്, ഓരോ വീടുകളിലും ഉണ്ട്, വെറുതെ കുത്തിയിരിക്കുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആ, ഞാൻ പറഞ്ഞ കഥകളൂടെ പറഞ്ഞിട്ട് വേഗം ഒന്ന് അവസാനിപ്പിക്കുക. എല്ലാവർക്കും ഉറങ്ങണ്ടല്ല. നാളെ തൊട്ട് എന്താണ് അറിയാമല്ലോ, രാമായണം മാസമാണ്. നമ്മൾ ബുധനും ആ, വെള്ളി ഒഴിച്ചുള്ള ദിവസങ്ങളിൽ രാമായണം പാരായണം ചെയ്യുക. ബുധനും വെള്ളിയും നമുക്ക് ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ച സമയത്തിന് ഭാഗവത മാറ്റം പാരായണം. സമയത്തിന് വെള്ളി സമയത്തിന് മാറ്റമാണ്. ഏ സമയം വെള്ളിയാഴ്ച മാതാജി ശ്രദ്ധിക്കുക, ഞാൻ പറയാനുള്ള എല്ലാം മറന്നു പോകും. മാതാജി ഇടയ്ക്ക് കയറി പറയുന്ന കാരണം. ആ വെള്ളിയാഴ്ച ആ, ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്, ബുധനാഴ്ച ഭാഗവതം ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം രാമായണ പാരായണം ഉണ്ടായിരിക്കുന്നതല്ല. അല്ലാത്ത ദിവസം സമയം ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ സമയം 9:45 തൊട്ട് 10:30 വരെയാണ്. ഇത് ചില ദിവസങ്ങളിൽ അത് 10:45 വരെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് തീരാൻ വേണ്ടിയിട്ട് 3/4 മണിക്കൂർ എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ചില ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ പാരായണം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചില ദിവസം എക്സ്റ്റെൻഡ് ആയി പോകും. നിങ്ങൾക്കൊക്കെ നേരത്തെ കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പണികളെല്ലാം തീർത്തിട്ട് വെക്കുക. രാമായണ മാസമാണ്. പരമാവധി ആൾക്കാർ പങ്കെടുക്കാൻ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ. അപ്പോൾ പ്രഭു ഓരോരുത്തരും 9:15 മെസ്സേജ് ഇട്ടിരുന്ന പ്രഭു 9:15. 9:15 എന്നാണോ? എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നാ അങ്ങനെയാണ് സമയം മാറ്റിയിടണം. ഞാൻ മാറ്റിയിടാം അങ്ങനെയാണെന്ന് ഓർത്ത്. 9:15 എന്നാണ്. നോക്കട്ടോ നോക്കട്ടോ. അയ്യോ, എനിക്ക് ഓഫീസിൽ വെച്ച് ഞാൻ തിരക്ക് പിടിച്ച് ചെയ്ത കാരണം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. 9:45 ഒമ്പതേ പ്രഭു ആ, 9:45. 9:45. ഞാൻ 9:45 പ്രഭു, എനിക്ക് തിരക്ക് പിടിച്ച് തോന്നിയതാണ് ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തതിന് മുൻപേ അടിച്ചതാണ് ഓഫീസിലെ കമ്പ്യൂട്ടർ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മാതാജി പറഞ്ഞപ്പോൾ എന്തെങ്കിലും തെറ്റിയോന്ന്. അവിടെ നിന്ന് അത്ര തിരക്ക് പിടിച്ചിറങ്ങിയത്, എന്തെങ്കിലും അക്ഷരപ്പിശാച് ഉണ്ടോ എന്ന് പോലും നോക്കിയില്ല. ഓക്കെ. അപ്പം അങ്ങനെ അപ്പൊ രാമായണം നമ്മൾ ഈ കർക്കിടക മാസം അങ്ങനെ ആചരിക്കുക. പിന്നെ എനിക്ക് ഒരു ഇതുണ്ട്, എനിക്ക് ശനിയാഴ്ച അവധിയുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ മാസത്തിൽ ഒന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം കൊണ്ട് പാരായണം തീർക്കത്തക്ക രീതിയിൽ. കഴിഞ്ഞതിന്റെ മുൻപിലത്തെ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? എന്റെ പ്രഭു രാത്രി 12 മണി വരെ നമ്മൾ ഇരുന്നു. രാത്രി 12 മണി വരെ അല്ലേ? അപ്പൊ അത് ഇപ്രാവശ്യം 12. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങണമെന്നുണ്ട്. എനിക്ക് ശനിയാഴ്ച അവധിയുള്ള ദിവസങ്ങളിൽ ഒരു വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നല്ല ടയർഡ്നെസ് ആയിരുന്നു. പിറ്റേ ദിവസം പോകണ്ടെങ്കിൽ, കാര്യം എനിക്ക് ഈ ശനിയാഴ്ച അവധിയാണ്. പക്ഷെ അത് ഒന്നാമത്തെ ദിവസം തന്നെ മുഴുവൻ വായിച്ച് തീർക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഈ പറയുന്ന ഇത്രയും ദിവസങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അടുത്ത മാസത്തിൽ വരുന്ന എനിക്ക് ശനിയാഴ്ച ഓഫുള്ള ദിവസം, ഒരു തലേദിവസമുള്ള വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഞങ്ങള് ഇവിടെ ഉണ്ടാവില്ല, ഗുരുവായൂർ പോകും പ്രഭു. ആ സമയമാകുമ്പോഴത്തേനും അല്ലേ? ഈ മാസം ലാസ്റ്റ്. ആ, ഗുരുവായൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റൂമിലെങ്ങാനും ഉള്ള സമയത്ത് വായിക്കാം. ആ പറ്റുവാണെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ, കാര്യം ഫുൾ ടൈം വായിക്കാൻ ആൾക്കാർ വേണം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമോ? അതില്ലല്ലോ. ആൾക്കാർ കണ്ടിന്യൂസ് ഉണ്ടെങ്കിലേ ഉള്ളൂ, മാറി 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 വായിച്ചു പോകണം, ഫാസ്റ്റായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സാധിക്കണമെങ്കിൽ കേറാ പ്രഭു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ അനൗൺസ്മെന്റ് അല്ലേ അവസാനം പറയാൻ മറന്നുപോയി. നിങ്ങളെല്ലാം എക്സിറ്റ് ആവുന്ന വിചാരിച്ചിരുന്നാണ് അനൗൺസ്മെന്റ് ഇപ്പോഴേ പറഞ്ഞത്. അടുത്ത ശ്ലോകം: തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദദത കലാം. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭീം ബ്രൂഹി ന ശ്രദ്ധദാനാനാം ലീലയാ ദദത കലാം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി.
ഹരേ കൃഷ്ണ പ്രഭു. തസ്യ കർമാണി ചാരാണി പരിചിതാനി സൂരിഭി ബ്രൂചിന ശ്രദ്ധധാരാണ ലീലയാ ജഠത ഫലാ. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഹരേ കൃഷ്ണ. തസ്യ കർമാണി ധാരാണി പരിഗീതാനി സുരിഭീം ബ്രൂവിന ശ്രദ്ധദാനാനാം ലീലയാ ദദാഖല. വിവർത്തനം. പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. തസ്യ അദ്ദേഹത്തിന്റെ കർമാണി അതീന്ദ്രിയ കർമ്മങ്ങൾ ഉദാരാണി മഹാനുഭാവനായ പരിഗീതാനി വിസ്തൃതമായി വിതറുക സുരഭി മഹാത്മാക്കൾ ബ്രൂഹി ദയവായി പറഞ്ഞാലും ഞങ്ങൾക്ക് ശ്രദ്ധദാതാനാം ആദരവോടെ സ്വീകരിക്കാൻ തയ്യാറായ ലീലകൾ ദദത ആഗമിച്ചു കല അവതാരങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭഗവാന്റെ പ്രൗഢിയേറിയതും ഔദാര്യപൂർവമായ അദ്ഭുത കർമ്മങ്ങളൊക്കെ നാരദനെ പോലെ ശ്രേഷ്ഠജ്ഞാനികളായ ഋഷിവര്യന്മാർ ആലപിക്കുന്നു. നിരവധി വിഭിന്ന അവതാരങ്ങളിൽ ഭഗവാൻ നിർവഹിച്ച വീരഹാസ കൃത്യങ്ങളെ ശ്രവിക്കാൻ വ്യഗ്രരായിരിക്കുന്ന ഞങ്ങൾക്ക് ദയവായി അവയൊക്കെ വർണ്ണിച്ചു തന്നാലും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഭഗവാന്റെ പ്രൗഢിയേറിയതും ഔദാര്യപൂർവമായ അദ്ഭുത കർമ്മങ്ങൾ. ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഭഗവാൻ ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. അത്ഭുത കർമ്മങ്ങളൊക്കെ നാരദനെ പോലെയുള്ള ശ്രേഷ്ഠജ്ഞാനികളായ ഋഷിവര്യന്മാർ എപ്പോഴും പാടി നടക്കുന്നു അല്ലേ. നാരദന്റെ പരിപാടി എന്താണ്? എവിടെ പോയാലും നാരായണ നാരായണ ജപിക്കുക, അതുപോലെ എന്താ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുക. ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്? പാടി പ്രചരിപ്പിച്ച് നടക്കുക. അതാണ് നാരദമുനി ചെയ്യുന്നത്. ശ്രേഷ്ഠജ്ഞാനികളായി ഋഷിവര്യന്മാർ ആലപിച്ചു. അത് ഗീതത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ രൂപത്തിൽ ആണ് നാരദമുനി അത് പറയുമ്പോൾ അതെന്താണ്? ഗീതം അല്ലെങ്കിൽ ഭാഗവതമായിട്ടാണ് അത് വരുന്നത്. നിരവധി വിഭിന്ന അവതാരങ്ങളിൽ ഭഗവാൻ നിർവഹിച്ച വീരസാഹസ കൃത്യങ്ങളെ ശ്രവിക്കാൻ വ്യഗ്രരായിരിക്കുന്ന ഞങ്ങൾക്ക് അവയൊക്കെ ദയവായി വർണ്ണിച്ചു തന്നാലും. അപ്പം ഈ ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓരോ അവതാരങ്ങളും ചെയ്തിട്ടുള്ള. നരസിംഹാവതാരത്തിലൊക്കെ ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. നരസിംഹ അവതാരത്തിൽ അതുപോലുള്ള ഒരു അവതാരം എത്ര വലിയ. അപ്പോൾ ഓരോ അവതാരത്തിലും ചെയ്തിട്ടുള്ള കാര്യങ്ങള് എന്താണ്? ഇതേപോലുള്ള മുനിമാര് എന്താണ് പാടി പുകഴ്ത്തി ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്കും ശ്രവിക്കാനായിട്ട് അത്യധികമായ താല്പര്യത്തോടു കൂടി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇത് കേൾക്കാനായിട്ടല്ലേ. ഭഗവാൻ ചെയ്ത വീരസാഹസിക കർമ്മങ്ങൾ അല്ലെ, ഭഗവാന്റെ അദ്ഭുത ലീലകള് ഇതെല്ലാം കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിന്റെ ഭാവാർത്ഥം എന്താണ്? വായിക്കട്ടെ പ്രഭു, ഞാൻ വായിക്കട്ടെ. മാതാജി വായിച്ചോളൂ. ഭാവാർത്ഥ ശ്രീല പ്രഭുപാദ് കീഴേ. അല്പജ്ഞാനികളായ ചില അഭിപ്രായപ്പെടുന്നത് പോലെ ഒരു കാലത്തും ഭഗവാൻ നിഷ്ക്രിയൻ അഥവാ അലസനല്ല. ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം പ്രൗഢിയേറിയതും ഉദാരവുമാണ്. ഭൗതികവും ആത്മീയവുമായ അദ്ദേഹത്തിന്റെ സർവ്വ സൃഷ്ടികൾ സർവാതിശയകരവും സർവ്വ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ്. മുക്താത്മാക്കളായ ശ്രീല നാരദൻ, വ്യാസൻ, വാൽമീകി, ദേവരൻ, അസിതൻ, മാധവൻ, ശ്രീ ചൈതന്യൻ, രാമാനുജൻ, വിഷ്ണുസ്വാമി, നിംബർക്കൻ, ശ്രീധർ, വിശ്വനാഥൻ, ബലദേവൻ, ഭക്തി വിനോദ, സിദ്ധാന്ത സരസ്വതി തുടങ്ങിയവരും മറ്റനേക വിദ്വാൻമാരും മോക്ഷാത്മാക്കളും അവയൊക്കെ നന്നായി വർണ്ണിച്ചിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുമായ ഈ സൃഷ്ടികളൊക്കെ സമ്പത്ത്, സൗന്ദര്യം, വിജ്ഞാനം എന്നിവയാൽ പൂർണ്ണമാണ്. എന്നാൽ ജ്ഞാനം, പരമാനന്ദം, സനാതനത്വം എന്നിവയാൽ പരിപൂർണമാകിയ ആത്മീയ രാജ്യം അതീവ പ്രൗഢിയുമുള്ളതാകുന്നു. അപ്പോൾ ചലച്ചിത്രങ്ങളെ പോലെ ആത്മീയ രാജ്യത്തിന്റെ വൈകൃത പ്രതിച്ഛായകളാൽ അല്പ സമയത്തേക്ക് കാണപ്പെടുന്നു. ഭൗതിക സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്ന തെറ്റായ വസ്തുതകളിൽ ആകൃഷ്ടരാകുന്ന മനോബലം കുറഞ്ഞ അല്പജ്ഞാനികളായ ജനങ്ങളെ അവ മോഹിതരാക്കുന്നു. യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത അത്തരം മൂഢജനങ്ങൾ മിഥ്യായ ഭൗതിക ആവിഷ്കാരങ്ങൾ എല്ലാമായി സ്വീകരിച്ച് അംഗീകരിക്കുന്നു. എന്നാൽ വ്യാസനെയും നാരദനെയും പോലെ ഋഷിമാരാൽ നയിക്കപ്പെടുന്ന ഉന്നത വിവേകികൾ ഭഗവാന്റെ ശാശ്വത രാജ്യം അത്യാനന്ദവും അതിസംതൃപ്തിയും ഉള്ളവയാണെന്നും അതിവിശാലവും നിത്യമായ പരമാനന്ദത്താലും ശാശ്വതമായ ജ്ഞാനത്താലും പരിപൂർണമാണെന്നും അറിയുന്നു. ഭഗവാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അതീന്ദ്രിയ ധാമത്തെ കുറിച്ചോ അജ്ഞരായവർക്ക് ഭഗവത് ധാമത്തിൽ അദ്ദേഹത്തിന് സമീപിച്ചാൽ ലഭ്യമാകുന്ന അതേ നിത്യാനത്തെ തന്റെ അവതാര ലീല മുഖേന ചിലപ്പോഴൊക്കെ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നു. അത്തരം ലീലകളിലൂടെ ഭൗതിക ലോകത്തിലെ ബദ്ധാത്മാക്കളെ അദ്ദേഹം ആകർഷിക്കുന്നു. അത്തരം ബദ്ധാത്മാക്കളിൽ ചിലർ
ഭൗതികേന്ദ്രിയങ്ങളുടെ മിഥ്യ ആസ്വാദനത്തിലും മറ്റു ചില ആത്മീയ ലോകത്തിൽ ലഭ്യമായ നിത്യജീവിതത്തെ നിരാകരിക്കുന്നതിലും മുഴുകി കഴിയുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിപൂർവ്വം എത്തുന്നവയാണ് കർമ്മികൾ അഥവാ ഫലോദിഷ്ട പ്രവർത്തകരെന്നും ജ്ഞാനികൾ അഥവാ വിരസ മാനസിക അനുമാനങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നത്. ഉന്മത്തങ്ങളായ ഭൗതിക പ്രവർത്തനങ്ങളിലോ ഊഹാഭോഗങ്ങളോ ഏർപ്പെടാത്ത അതീന്ദ്രിയരായ സാത്വത അല്ലെങ്കിൽ ഭക്തർ അറിയപ്പെടുന്നവർ മേൽപ്പറഞ്ഞ രണ്ട് വിഭാഗം മനുഷ്യർക്കും മുകളിൽ വർത്തിക്കുന്നവരാണ്. ഒരു ഭക്തൻ നിയതമായ പകൽ സേവനത്തിൽ ഏർപ്പെടുന്നത് കാരണം അവന് കർമ്മികൾക്കും ജ്ഞാനികൾക്കും ലഭിക്കാത്ത അത്യുന്നതമായ ആത്മീയ ലാഭം കൈവരുന്നു. ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളുടെ പരമനിയന്താവാകയാൽ ഭഗവാൻ അസംഖ്യ വിഭാഗങ്ങളുള്ള വ്യത്യസ്തങ്ങളായ നിരവധി അവതാരങ്ങളുണ്ട്. ബ്രഹ്മൻ, രുദ്രൻ, മനു, പൃഥു, വ്യാസൻ തുടങ്ങിയ അവതാരങ്ങൾ ഭഗവാന്റെ ഭൗതിക ഗുണപരമായ അവതാരങ്ങളാകുന്നു. എന്നാൽ രാമൻ, നരസിംഹം, വരാഹം, വാമനൻ മുതലായ അവതാരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ അവതാരങ്ങളുമാകുന്നു. സർവ അവതാരങ്ങളുടെ പ്രഭവ കേന്ദ്രം ശ്രീകൃഷ്ണ ഭഗവാൻ ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വ കാരണങ്ങളുടെയും പരമകാരണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ഏത് ശ്ലോകത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വകാരണങ്ങളുടെയും കാരണമാണ്. പിന്നെ അടുത്ത വേറൊരു ശ്ലോകത്തില് ഒരുപാട് അവതാരങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏതൊക്കെ അവതാരമാണ്? ഒരു ശ്ലോകം ഏതാണ്? രാമാദി മൂർത്തിഷു കലാനിയമേന. ശ്ലോകം ആർക്കെങ്കിലും അറിയാവോ? ഞാൻ പെട്ടെന്ന് എടുക്കാം. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരമകരോത് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. രാമൻ ആദ്യമായിട്ടുള്ള പല അവതാരങ്ങളുണ്ടെങ്കിലും രാമനായി, നരസിംഹമായി, മറ്റു പല അവതാരമൂർത്തികളിലും അംശാവതാരങ്ങളിലും കുടികൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. അതായത് ഭഗവാൻ അസംഖ്യ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലാത്ത അവതാരങ്ങൾ. കടലിലെ തിരമാലകളോ അല്ലെങ്കിൽ കടൽ തീരത്തെ മണൽത്തരികളോ ആകാശത്തിലെ നക്ഷത്രങ്ങളോ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതുപോലെ തന്നെ ഭഗവാൻ അസംഖ്യ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ അറിയപ്പെടുന്നത് രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളിലും അംശാവതാരങ്ങളുണ്ട്, കലാവതാരങ്ങളുണ്ട്, ഗുണാവതാരങ്ങളുണ്ട്, ലീലാവതാരങ്ങളുണ്ട്, ശക്തിയാവേശ അവതാരങ്ങളുണ്ട്, മന്വന്തരാവതാരങ്ങളുണ്ട്, അങ്ങനെ പുരുഷാവതാരങ്ങളുണ്ട്. ഏതൊക്കെയാ പുരുഷാവതാരങ്ങൾ? ശ്രീകൃഷ്ണൻ ഗർഭോദകശായ വിഷ്ണു, കാരണോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ഹരിബോൾ. അത് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. കാരണോദശകായ വിഷ്ണു, ഗർഭോദശകായ വിഷ്ണു, ക്ഷീരോദശകായ വിഷ്ണു. ആ ഓർഡറിലാണ് പറയേണ്ടത്. അതാണ് പുരുഷാവതാരം. ഗുണാവതാരങ്ങൾ മല്ലിക മാതാജി. മാതാജി മൈക്ക് ഓണാക്കൂ. ഓർമ്മയില്ല? ജ്ഞാനാംബിക മാതാജി. ഓർക്കുന്നില്ല പ്രഭു. മാതാജിക്ക് വേണ്ടി തന്നെ ഒരു ടെസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ ഇന്ന് തന്ന ചോദ്യങ്ങളുടെ എല്ലാം മാതാജി പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം പറ. ഞാനൊരു ദിവസം ഓൺലൈനിൽ വരാം. മാതാജിക്ക് മാത്രമായിട്ട് ഒരു ടെസ്റ്റ് ഇടാം. ഓക്കെ, പഠിക്കണം. ഇന്ന പ്രഭു സംഘർഷണൻ അനിരുദ്ധൻ പ്രത്യുപ്തനാണോ പ്രഭു? അല്ല. ഗുണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗുണാണുള്ളത്? അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെ ഗുണങ്ങളാ? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ സത്വഗുണത്തിന്റെ അധിപതി ആരാണ്? വിഷ്ണു. രജോഗുണം ആരുടെയാണ്? ബ്രഹ്മദേവൻ. തമോ ഗുണം ആരാണ്? അധിപതി മഹാദേവൻ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരുന്നു. ഭയങ്കര ന്യൂസോ എന്തൊക്കെയോ കേൾക്കുന്നു. എന്റെ ശ്രദ്ധയെല്ലാം പോവാണ്, കോൺസെൻട്രേഷൻ എല്ലാം. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തു. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? സത്വഗുണത്തിന്റെ അധിപതി വിഷ്ണു, രജോ ഗുണത്തിന്റെ അധിപതി ബ്രഹ്മാവ്, തമോ ഗുണത്തിന്റെ അധിപതി. അങ്ങനെ ഈ 3 ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള 3 അവതാരങ്ങളാണിത്, സത്വ രജസ്ത്. അപ്പൊ ആരൊക്കെയാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ നമ്മൾ പറയുന്ന ത്രിമൂർത്തികളാണ്. ഏതൊക്കെ? ഗുണാവതാരങ്ങൾ. പുരുഷാവതാരങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ കലാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ശക്തിയാവേശ അവതാരം. ഒരു ശക്തിയാവേശ അവതാരത്തിന്റെ പേര് പറയാമോ? വേദവ്യാസൻ.
വേദവ്യാസൻ, വേറൊരാളൂടെ ഉണ്ട് നമുക്കറിയാവുന്ന. ആരാണ്? നമ്മുടെ കേരളം സൃഷ്ടിച്ച ആളാണ് പരശുരാമൻ. പരശുരാമൻ. അതൊക്കെ ശക്തി ആവേശിച്ചാണ്, ഭഗവാൻ ഡയറക്റ്റ്ലി അല്ല, അല്ലേ? പിന്നെ അതെ. ഒരു ആം, എന്താണ് നമ്മളുടെ എന്താണ് ലീല, പ്രത്യേക ലീലകൾക്ക് വേണ്ടിയിട്ട് മാത്രം അവതരിച്ചതാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ, ശ്രീരാമൻ. അല്ലേ? അങ്ങനെയുണ്ട്, ശ്രീരാം. ലീലാവതാരങ്ങളുണ്ട്. അങ്ങനെ ആ അവതാരങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഞാൻ ഈ അവതാരങ്ങളുടെ അത് വരുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ. സെക്കൻഡ് ചാപ്റ്ററിൽ അവതാരങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഇത് രണ്ടെണ്ണം മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഇനി ബാക്കി ഈ ഗുണാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, കാലാവതാരങ്ങൾ, ഭഗവാന്റെ ഈ ബ്രഹ്മദേവന്റെ ഓരോ മന്വന്തരങ്ങളിൽ ഓരോ മനുവിന്റെ കാലത്തും ഉണ്ടായ അവതാരങ്ങളുണ്ട്. ചില അവതാരങ്ങള് ഇതെല്ലാം മിക്സ്ഡ് ആയിരിക്കും. ശക്തിയാവേശ അവതാരവും മന്വന്തരാവതാരവും ചിലർ രണ്ടുപേരും ഇതോടെ മിക്സ്ഡ് ആയിരിക്കും. ഈ രണ്ട് രീതിയിലും പറയാം. ശക്തിയാവേശ അവതാരത്തിന്റെ പട്ടികയിലും ഉണ്ടാവും, മന്വന്തരാവതാരത്തിന്റെ പട്ടികയിലും ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആ അവതാരങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും അതിനെപ്പറ്റി. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ഭഗവാനാണ് ഈ സർവ്വ കാരണങ്ങൾക്കും കാരണം എന്ന് കണ്ടു. അദ്ദേഹത്തിന് ഒരുപാട് അസംഖ്യ അവതാരങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ എന്താണ് സർവ്വ കാരണങ്ങൾക്കും കാരണം, ഇതിന്റെ എല്ലാം ഉറവിടം ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ പറയുന്ന അറിവുകളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്ന ആൾക്കാർ ആരൊക്കെയാണ്? മുക്താത്മാക്കളായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞത്. ആരൊക്കെയാണ്? കുറച്ചു പേരുടെ പേര് പറയുന്നുണ്ട്. ആരാണ്? നാരദൻ, വ്യാസദേവൻ, വാൽമീകി, ദേവലൻ, അസിതൻ, മാധവൻ, ശ്രീ ചൈതന്യൻ, രാമാനുജൻ, വിഷ്ണുസ്വാമി. വിഷ്ണുസ്വാമി ആരാണ്? അടുത്ത ചോദ്യം. വിഷ്ണുസ്വാമി ആരാണ്? ഏത് അത് ഒരു സമ്പ്രദായത്തിന്റെ ആ ആചാര്യനല്ലേ പ്രഭു? ഒരു സമ്പ്രദായത്തിന്റെ ആചാര്യനാണ്. ഏത് സമ്പ്രദായം? വിഷ്ണു അല്ല. കൃഷ്ണ എന്ത് ചെയ്യും? എല്ലാവർക്കും ലക്ഷ്മി അറിയാണല്ലോ. കുമാര അത് 4 കുമാരന്മാര്. രുദ്ര സമ്പ്രദായം. ഓക്കെ. രുദ്ര സമ്പ്രദായം. അതുപോലെ കുമാര സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ഉപജ്ഞാതാവ് കലിയുഗത്തിൽ പ്രചാരം നേടിയ ആചാര്യൻ, പ്രചരിപ്പിച്ച ആചാര്യൻ കുമാര സമ്പ്രദായം. 4 കുമാരന്മാരിൽ നിന്ന് വന്ന നിംബർക്ക സ്വാമികൾ, നിംബർക്ക ആചാര്യൻ. ഞാൻ പറഞ്ഞു, അപ്പേക്കും പ്രഭു പറഞ്ഞു. ശ്രീ സമ്പ്രദായമോ? അത് പറഞ്ഞില്ലെങ്കിൽ ലക്ഷ്മി സമ്പ്രദായത്തിന്റെ കലിയുഗത്തിലെ ആചാര്യൻ. നിങ്ങൾ ശ്രീരംഗത്തിലൊക്കെ പോയിട്ടുണ്ടെ അറിയാം അത് ആരാണെന്ന്. മാധവേന്ദ്രപുരി. നോ. ശ്രീരംഗത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു കേടും കൂടാതെ. അന്ന് മരിച്ച ആ സമയത്ത് അദ്ദേഹം ദേഹം പടിഞ്ഞ സമയത്തുള്ള ശരീരം അതേപടി ഒരു കേട് കൂടാതെ ശ്രീരംഗ ക്ഷേത്രത്തിന്റെ മുൻപിലുണ്ട്, എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട് പ്രഭു, മറക്കണോ? എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മറന്നു പോണു. അതെ, സാരമില്ല. ഞാൻ അംബിക മാതാജിക്ക് ഓർമ്മയില്ല, അല്ലേ? നിൽക്കുന്നേ ഇല്ലല്ലേ? രാമാനുജാചാര്യൻ. അവരാണ് ഇങ്ങനെ കുറി ഇങ്ങനെ ഇടുന്നത്, അല്ലേ? ഇങ്ങനെ കുറി ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ നടുക്കൊരു പൊട്ടൊക്കെ തൊടുന്നത് ആ സമ്പ്രദായക്കാരെ കണ്ടിട്ടില്ല? ആ ഒരു രാധേ രാധേ എന്നുള്ള ഒരു പാട്ടൊക്കെ പാടുന്ന ഒരു വിദേശിയായിട്ടുള്ള ഒരു മാതാജിയെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ശ്രീ സമ്പ്രദായമാണ്. കേട്ടിട്ടുണ്ട്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ, ഒരു വിദേശിയായിട്ടുള്ള ഒരു കുറെ മാതാജിമാരെല്ലാരും കൂടി പാടുന്നത്. രാധേ 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 എന്നും പറഞ്ഞിട്ടൊരു പാട്ട്. ആ കീർത്തനത്തിൽ അവരൊക്കെ ശ്രീ സമ്പ്രദായമാണ്. അവരുടെ അവരുടെ ഈ തിലകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ശ്രീ സമ്പ്രദായക്കാര്. അങ്ങനെ വീതിയിൽ ഇടുന്നതല്ലേ? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വിരിഞ്ഞ് ഇങ്ങനെയാ നിൽക്കുന്നത്. അതെ അതെ. ഓക്കെ. അപ്പൊ ആ ആചാര്യന്മാരെയൊക്കെയാണ് പറഞ്ഞ അസിതൻ, ദേവലൻ, വിഷ്ണുസ്വാമി, നിംബർക്കൻ, ശ്രീധര സ്വാമികളെ, വിശ്വനാഥ. ആരാണ് വിശ്വനാഥൻ? വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ. ഈ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആരാണ്? നമ്മള് ഈ കഴിഞ്ഞ ഒരു 3-4 ക്ലാസ്സുകൾക്ക് മുമ്പേ നമ്മളൊരു സോങ് പഠിച്ചായിരുന്നു.
ആരതി സോങ്. അതെ അതെ. ഇവിടെ അതെ മാതാജി ഇതെല്ലാം പറയുന്നുണ്ട്. സംസാരദാവാനലലിടലോക പ്രണയകാരുണ്യ ഘന ഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. ഇത് ഏത് സോങ്ങാണ്? ഗുരു അഷ്ട ഗുരു അഷ്ട അല്ലെങ്കിൽ മംഗളാരതി സോങ്. ഇന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ വിശ്വനാഥൻ ഇവിടെ പറഞ്ഞു ബലദേവ് വിദ്യാഭൂഷൺ. ബലദേവ് വിദ്യാഭൂഷൺ ഏതാണ് എഴുതിയത്? ഒന്നും കേൾക്കുന്നില്ല. ആരോ ഒരാള് സുജന മാതാജിയുടെയാണോ? ആ ഞാൻ ഇത് ചെയ്തു, കട്ട് ചെയ്തു. ബലദേവ് വിദ്യാഭൂഷൺ എന്താണ് എഴുതിയത്? ഓർമ്മയില്ലല്ലേ? ബലദേവ് വിദ്യാഭൂഷൺ എന്താണ്? ബലദേവ് വിദ്യാഭൂഷൺ ഈ പണ്ഡിത സദസ്സില് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ഭാഷ ഇല്ലാതായി. ഇപ്പൊ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഇതിന്റെ പരിഭാഷ അല്ലെങ്കിൽ ഭാഷ്യം അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള റെഫറൻസ് ഇല്ലാതെ എനിക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ആ പണ്ഡിത സദസ്സിൽ നാണം കെട്ടുപോയി. ഒരു കാര്യം നമ്മൾ അവിടെ പറയുമ്പോൾ, ചർച്ചയിൽ പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ പറയുമ്പോൾ നമ്മൾക്ക് ആധികാരികമായിട്ടുള്ള റെഫറൻസ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. ഇന്ന പുസ്തകത്തിൽ പറഞ്ഞു, ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഋഗ്വേദത്തിൽ പറഞ്ഞു, യജുർവേദത്തിൽ പറഞ്ഞു, സാമവേദത്തിൽ പറഞ്ഞു എന്നൊക്കെ പറയാതെ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ചു. എന്നിട്ട് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള മരിക്കൂ എന്നുള്ള സിറ്റുവേഷനിലെത്തി. ഭഗവാൻ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ആത്മഹത്യയുടെ വക്ക് വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? സഹായിച്ചു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? അതിന് ഭാഷ എഴുതി കൊടുത്തു. അതിന് പറയുന്ന പേരെന്താണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഭഗവാൻ ഭാഷ എഴുതി കൊടുത്തു. നേരിട്ട് ഭഗവാൻ നിന്ന് ഭാഷ എഴുതി കൊടുത്തു. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഭഗവാൻ ഭാഷ ഉണ്ടാക്കി കൊടുത്തു. റെഫറൻസ് ആർക്കും അറിയില്ല. നിങ്ങൾ എല്ലാവരും ഒരുപാട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഗോവിന്ദ ഭാഷ്യം ബലദേവ് വിദ്യാഭൂഷന്റെ ആണ്. അത് ഗോവിന്ദനാണ് വന്ന് ഭാഷ്യം എഴുതി കൊടുത്ത അദ്ദേഹത്തിന്. അപ്പം അത് അങ്ങനെയുള്ള ആചാര്യന്മാരെ പറ്റിയാണ് ഇവർ പറഞ്ഞത്. ഇവർ ഭക്തി വിനോദ ഠാക്കൂറ്, പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി തുടങ്ങിയ മറ്റനേകം വിദ്വാൻമാര് മോക്ഷാത്മാക്കളുടെയും അവയൊക്കെ നന്നായി ഇവയെ പറ്റിയൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഭഗവാന്റെയും അതുപോലെ തന്നെ ഭഗവാന്റെ ഈ പറയുന്ന അവതാരങ്ങളെ പറ്റിയും ഭഗവാന്റെ മഹിമയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനിയിപ്പം ഇതിലെ കഴിഞ്ഞു പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള സന്യാസി വര്യന്മാർ എഴുതിയിട്ടുള്ള കൃതികള്, അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരുടെ മഹത്വം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ ഭക്തിയുത സേവനത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ നാരദമുനിയുടെ കൃപ കൊണ്ട് എത്രയോ പേര് പൗത്രീകരിക്കപ്പെട്ടു അല്ലെ? നാരദമുനിയുടെ കൃപ കൊണ്ട് പൗത്രീകരിക്കപ്പെട്ട ആരുടെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്? പ്രഹ്ലാദൻ, ധ്രുവൻ, പിന്നെ കുബേരന്റെ മക്കള് നളകുബേരൻ, മണിഗ്രീവൻ, അങ്ങനെ അസംഖ്യമുണ്ട് നാരദമുനിയുടെ കൃപ കൊണ്ട് അതായത് പവിത്രീകരിക്കപ്പെട്ടവര് അല്ലെ? വെറും അസുര ജന്മമായിട്ടുള്ള അസുര സ്ത്രീയുടെ അസുരന്റെ മകനായിട്ട് പിറന്ന പ്രഹ്ലാദൻ എത്രയോ വലിയ ദേവഭക്തനായിട്ട് വിഷ്ണുഭക്തനായിട്ടാണ് പിറന്നത് തന്നെ അല്ലെ? 5 വയസ്സായ ക്ഷത്രിയ ബാലന്റെ വാശിപ്പുറത്ത് ഭഗവാനെ, അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവോ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളോ അല്ലെങ്കിൽ കൃഷ്ണനോ പ്രത്യക്ഷപ്പെടത്തില്ല. കാര്യസാധ്യനുണ്ട്. കാര്യം അവരെന്താണ് അവർക്ക് ഭക്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രേമം, ഇങ്ങനെയുള്ള ഇതിലേ അവർ വീഴുകയുള്ളൂ.
വിഷ്ണു അല്ലെങ്കിൽ മഹാദേവനോ ദേവിയോ അല്ലെങ്കിൽ ഗണപതിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യസാധ്യത്തിനായിട്ട് വിളിച്ച് നമ്മൾ കരഞ്ഞ് അപേക്ഷിച്ചു കഴിഞ്ഞെങ്കിൽ അവർക്ക്, പക്ഷെ ഇവിടെ വിഷ്ണു ഭഗവാൻ എന്തെങ്കിലും അത്യന്തം കൃപാലുവായി മാറി. കാര്യം നാരദ മഹർഷിയുടെ കൃപ കൊണ്ട് അല്ലേ. നാരദ മഹർഷി അദ്ദേഹം അവർക്ക് ഈ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്താണ്? ഓം നമോ ഭഗവതേ വാസുദേവ. നമ്മൾ ഭാഗവതം തുടങ്ങിയപ്പോൾ കേട്ട മന്ത്രമാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം. ആ ദ്വാദശാക്ഷരി മന്ത്രത്തിലായിരുന്നു ധ്രുവൻ ഭഗവാൻ കാര്യസാധ്യത്തിനാണ് വീട്ടിലാണ് വിളിച്ചത്. പക്ഷെ ഭഗവാൻ ഇന്നോട്ട് എന്താണ്, ഒരു കുപ്പിച്ചിലിന് ആഗ്രഹിച്ചിട്ട് ഭഗവാൻ എന്താണ് കൊടുത്തത്? ഡയമണ്ട് ആണ് കൊടുത്തത് അല്ലേ. ബ്രഹ്മദേവനേക്കാൾ ഉയർന്ന ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു ധ്രുവന്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലവമാത്ര സാധു സംഘം, അതായത് ഒരു സാധു, ഒരു ശുദ്ധഭക്തന്റെ സംഘം. അതുകൊണ്ടാണ് നമ്മൾ ആചാര്യന്മാരും സന്യാസിമാരും ബ്രഹ്മചാരികളും ഒക്കെ നമ്മളുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് അവരെ പോയി കാണുന്നു, അവരുടെ അനുഗ്രഹം മേടിക്കുന്നു ഒക്കെ. ഈ സത്സംഗങ്ങളിൽ വലിയ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താണ് വിശിഷ്ട വൈഷ്ണവർ, വിശിഷ്ട അതിഥികൾ, വിസിറ്റിംഗ് വൈഷ്ണവർ വരുമ്പോൾ നമ്മൾ അവരുടെ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യുന്നതും നമ്മൾ അവരുടെ അനുഗ്രഹം മേടിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. കാര്യം അവരുടെ ഒരു കൃപ കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം മാറ്റിമറിക്കും. അവരുടെ ഒരു പ്രാർത്ഥന, അനുഗ്രഹമൊക്കെ. അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അവർ സേവ ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ അടുക്കൽ നിന്ന് കൃപ മേടിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുന്നു, അവരുടെ ചെരുപ്പ് എടുത്ത് മാറ്റി വെക്കുന്നു, തുടച്ചു കൊടുക്കുന്നു, അവരുടെ ഡ്രസ്സ് എന്ത് ചെയ്തു നനച്ച് ഉണക്കി തേച്ച് കൊടുക്കുന്നു. അങ്ങനെ എത്രയോ സേവകൾ നമ്മളിവിടെ ഓരോ പ്രഭുക്കന്മാരെ അറിയാം. എനിക്ക് ഇതുവരെ അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല, എനിക്ക് അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. ഇവിടെ ഉണ്ട് ചിലർ ജോലി വരെ ഇട്ടിട്ട് ഏതെങ്കിലും വിസിറ്റിംഗ് വൈഷ്ണവർ വരുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശിലപ്രഭാതര ശിഷ്യന്മാർ വരുവാണെങ്കിൽ ചിലർ ജോലി വരെ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ പോകാം. അപ്പൊ ഞാൻ അംബികാമാതാജി പറയുന്നില്ലേ, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി എന്ത് ചെയ്യും, കൊണ്ടുവരും, എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്തു, എവിടെയാണ് അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലോ അല്ലെങ്കിൽ റൂം എടുത്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി വിടും. എന്നിട്ട് അവരുടെ ബെഡ്ഷീറ്റും എല്ലാം വിരിച്ചു കൊടുക്കും. അവരുടെ ഡ്രസ്സ് ഊരി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, അവര് വീട്ടിൽ കൊണ്ടുപോയി നനച്ച് അയൺ ചെയ്ത് തിരിച്ചെത്തിക്കും. അതുപോലെ തന്നെ അവർക്ക് ഉള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് വരും. അത് അരിഞ്ഞു കൊടുക്കും, പാചകം ചെയ്യും, ഇതെല്ലാം ചെയ്യും. എന്തിനാണ്? ആ സേവ ചെയ്തിട്ട് അവരുടെ ഒരു കൃപ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അമൃതവാണിയായിട്ടാണ് ഇവർ ഉൾക്കൊള്ളുന്നത്. അപ്പൊ അങ്ങനെ അതാണ് ഒരു വിശിഷ്ട വൈഷ്ണവന്റെ ആ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവരെ സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ സന്തോഷമാകുന്നതോടൊപ്പം തന്നെ ഭഗവാനും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഭഗവാന്റെ ഒരു ഭക്തനെയാണ് സർവീസ് ചെയ്യുന്നത്. അതെന്താണ്, ഈ പരമ്പരയിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ആ സേവ നേരിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, സാധാരണക്കാരുള്ള ഫ്രോഡ് ബ്രഹ്മചാരികളെയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്തു, കുറെ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലേ. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കാണും ഇവരെ അറസ്റ്റ് ചെയ്തു, സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലും കലിയുഗത്തിലുള്ള ആൾക്കാർ വീഴുന്നത്. പക്ഷെ ഇതേപോലെയുള്ള ശുദ്ധഭക്തരെ കണ്ടെത്താൻ പറ്റുന്നുമില്ല, അല്ലെങ്കിൽ ഏതാണെന്ന് നമുക്ക് അറിയാനും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, പരമ്പര ഫോളോ ചെയ്തു വരുന്ന ശുദ്ധഭക്തരായിട്ടുള്ള വൈഷ്ണവർ. ഇപ്പം നിങ്ങൾ നാട്ടിലുള്ളവർക്ക് മിക്കവാറും അറിയാം. ഇപ്പം ഞാൻ അംബിക മാതാജിക്കൊക്കെ അറിയാം, അവിടെ ഓരോ വിസിറ്റിംഗ് വൈഷ്ണവേഴ്സ് ഒക്കെ പലരും വരുന്നുണ്ട് അല്ലേ. മാതാജി ആരുടെയൊക്കെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഫോട്ടോ ഒക്കെ പലതും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞു. തിരുവനന്തപുരത്തെ ആ ഇസ്കോണിന്റെ ഗ്രൂപ്പിൽ നമുക്ക് എപ്പോഴും കാണാം ഓരോ ശിലപ്രഭാതന്റെ ശിഷ്യന്മാരും ഒക്കെ അവിടെ സന്ദർശനം നടത്തുന്നതും. അതുപോലെ തന്നെ മറ്റു പല, നിങ്ങളൊക്കെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് കാണാം, ഒരുപാട് പിക്ചേഴ്സ് കാണാം അല്ലേ. അപ്പൊ അതുപോലെയുള്ള ആചാര്യന്മാർക്ക് സേവ ചെയ്ത് 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 നമ്മളുടെ മനസ്സിലെ ഈഗോ എല്ലാം മാറ്റി നമുക്ക് അങ്ങനെ ഭക്തിയുടെ ലതാബീജം ഇങ്ങനെ മുളയ്ക്കും. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ നാരദമുനിയുടെ ഒരു കഥ പറയാം. 2 കഥയുണ്ടല്ലോ ലവമാത്ര സാധുസംഘത്തിന്റെ. സമയം ഉണ്ടെങ്കിൽ ഇരിക്കുക, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാൻ. ക്ലാസ് കഴിഞ്ഞു. അത് ഇതാണോ ദാസിപുത്രനായിട്ട് നാരദമുനി? അല്ല, അതല്ല ഞാൻ പറയാം, അതെല്ലാം ഉള്ളതാണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താ പറയുന്നത്, ലവമാത്ര സാധുസംഘം എന്ന് പറഞ്ഞ 2 ഉണ്ട് ലവമാത്ര സാധുസംഘം. അതിൽ ഒരെണ്ണം ഞാൻ പറയാം. സമയം ഉണ്ടെങ്കിൽ അടുത്തുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേഗം ഞാൻ പറയാം, ഷോർട്ട് ചെയ്തിട്ട്. അതായത് ഈ അംബരീഷ് മഹാരാജിനെ അറിയാമല്ലോ, നമ്മുടെ നവവിധ ഭക്തിയിലെ 9 പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അംബരീഷ് മഹാരാജ്. അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, പാപരാജൻ. അപ്പൊ ഈ പാപരാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എത്ര നല്ല സ്വഭാവമാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അദ്ദേഹം അതിന് നേരെ വിപരീതമായിരുന്നു. അപ്പൊ എന്തൊക്കെ
ഉപദേശിച്ചു കൊടുത്തിട്ട് ഒന്നും ശരിയാകുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സ്ത്രീജനങ്ങളെ ഉപദ്രവിക്കുന്ന സാധാരണക്കാരുള്ള ജനങ്ങളെ എല്ലാം ഉപദ്രവിക്കും. അങ്ങനെ ഒരു ഇതുമില്ല, ഒരു മര്യാദയില്ല, ആൾക്കാരോട് പെരുമാറുന്നതിലില്ല. അതുപോലെ ജനങ്ങളോടൊക്കെ ക്രൂരമായിട്ട് പെരുമാറുന്നു. അങ്ങനെയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പാവങ്ങൾ ഇങ്ങനെ വലിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അംബരീഷ് മഹാരാജാവിന് എന്ത് ചെയ്തു, ഭയങ്കര സങ്കടം തോന്നി. അതായത് ഞാൻ ഇതേപോലെ നിൽക്കുമ്പോൾ എൻ്റെ അനിയൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു ഇതേ രീതിയിൽ ഇനി അവൻ എന്ന് ഒരു വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞാൽ അവന് അപ്രാപ്യമാണ്, ഒരിക്കലും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം വളരെയധികം വിഷമിച്ചു. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മനോവേദന അറിഞ്ഞിട്ടാവണം നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാരദമുനി വന്നപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ്. അവൻ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളുടെ പട്ടിക കേട്ട് 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 എനിക്ക് എന്താണ് ഇവിടെ ഇരിക്കപ്പുറതി ഇല്ലാതായി മാറി. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് കണ്ടെത്തണം, അങ്ങ് ചെന്ന് ഉപദേശിക്കുക. അങ്ങ് എന്താണ് ശുദ്ധഭക്തനല്ലേ, അങ്ങയുടെ ഒരു ഉപദേശം കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവൻ നന്നായേക്കെന്ന് പറഞ്ഞു. മുനി പറഞ്ഞു, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, പക്ഷെ ശുദ്ധഭക്തനായി നീ അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ പോയി അവിടെ അദ്ദേഹത്തെ പോയി സന്ദർശിക്കുക എന്ന് പറഞ്ഞ് പാപരാജിന്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സ്ത്രീയെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് അതിന് ദണ്ഡനം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം അല്ലയോ പാപരാജ്, നീ പേര് തന്നെ അങ്ങനെ തന്നെയാണ്, അതുപോലെ നീ ചെയ്യുന്നതോ പാപകർമ്മങ്ങളാണ്. നീ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം എന്താകണം നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാപമോ, എൻ്റെ വാളിന് ഇരയാകാതിരിക്കാനുള്ള അങ്ങ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക, അല്ലെങ്കിൽ ഉടനെ തന്നെ വാൾ അങ്ങയുടെ കഴുത്തിൽ പതിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകാം, പക്ഷെ നീ പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു അവസാനം നിന്റെ ശരീരം ഇവിടുന്ന് പോകുമല്ലോ, നിന്റെ ശരീരം ഇവിടുന്ന് വിട്ടുകളഞ്ഞിട്ട് നിന്റെ ആത്മാവ് യമലോകത്ത് ചെല്ലുമ്പോൾ നീ അവിടുന്ന് ശിക്ഷ വിധിക്കുമ്പോൾ നീ യമദേവനോട് ചോദിക്കണം, ലവമാത്ര സാധു സംഘം എന്നാൽ എന്താണെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുൻപേ ലവമാത്ര സാധു സംഘം എന്താണെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ട് പ്രഭു. കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തിന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്താണ് പ്രായം ചെന്നു, മരണം കൈവരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ ചെന്നു. അപ്പൊ ചിത്രഗുപ്തൻ എടുത്ത് ആ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഓപ്പൺ ആകാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ഹാർഡ് ഡിസ്ക് പൊട്ടിത്തെറിച്ചു. ഇത് ഞാൻ ചുമ്മാ പറയുന്നത് കേട്ടോ, എന്റെ കൈ നിട്ടാണ്. ആ ഹാർഡ് ഡിസ്ക് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ആ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇടുന്നുണ്ട്, ഒരു മസാല ഇടുന്നുണ്ട്. നിങ്ങൾ അവിടെ ഹാർഡ് ഡിസ്ക് ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. ചിത്രഗുപ്തന്റെ ബുക്ക് തുറക്കാൻ പറ്റിയില്ല, കാര്യം ഇദ്ദേഹത്തിന്റെ പാപകർമ്മങ്ങൾ കാരണം എന്താണ് ഭയങ്കര എക്സ്പ്ലോഡ് ആകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി കാര്യം. എന്നിട്ട് ചിത്രഗുപ്തൻ ആകെ കൺഫ്യൂഷനായി, ഇദ്ദേഹത്തിന് എങ്ങനെ ഒരു ശിക്ഷ വിധിക്കും? 28 നരകങ്ങളേ ഉള്ളൂ, 56 ഉണ്ടെങ്കിലും അവിടെ പോയാൽ ഇദ്ദേഹം ചെയ്ത പാവങ്ങളുടെ ഫലം അനുഭവിച്ചു തീരാനായിട്ട് ബാക്കിയാണ് ഇനിയും. അവിടെ ചെയ്യുന്ന ശിക്ഷകളുടെ ഒരു പരിധി ഉണ്ടല്ലോ, എണ്ണയ്ക്കകത്തിട്ട് വറക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളില്ലേ, അതൊന്നും ചെയ്താലും ഇതൊന്നും വീടത്തില്ല ഈ പാപകർമ്മങ്ങളൊന്നും. അപ്പൊ അങ്ങനെ ആലോചിച്ച് യമദേവന്റെ അടുത്തെത്തി പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട്. 5-ാമത്തെ സ്കന്ധത്തിലുണ്ട് പ്രഭു ഏതൊക്കെയാണ് യമലോകങ്ങൾ, 28 നരകങ്ങള്. അപ്പൊ അങ്ങനെ ഇതിന്റെ കാഠിന്യം മനസ്സിലാക്കാതെ ഇതിന്റെ യമദേവൻ അപ്പൊ ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പൊ ഒരു കാര്യം ചോദിക്കാം, ഇപ്പൊ നിലവിലുള്ള ഏറ്റവും വലിയ ശിക്ഷ അവന് കൊടുക്കാം, നിലവിലുള്ള ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാം, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തേനും ഈ പാപരാജന്റെ ആത്മാവ് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് മീ അല്ല അവിടെ ഉപയോഗിച്ച്, നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കണം കേട്ടോ, നീ പ്രഭു അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞേക്കരുത്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? ലവമാത്ര സാധു സംഘത്തിന്റെ അർത്ഥം എന്നോട് പറഞ്ഞു തന്നിട്ട് എന്നെ അങ്ങോട്ടേക്ക് വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോൾ യമദേവനും നമ്മുടെ ഈ ചിത്രഗുപ്തനൊക്കെ ആലോചിച്ചിട്ട് യാതൊരു മാർഗവുമില്ല, ലവമാത്ര സാധു സംഘത്തിന്റെ അർത്ഥം അറിയാൻ വയ്യ. അപ്പം ഒരു കാര്യം ചെയ്തു, അതറിഞ്ഞിട്ടേ എനിക്ക് ശിക്ഷ വിധിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്തു, നീയും വാ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മലോകത്തേക്ക് പോയി കഴിഞ്ഞപ്പം യമദേവനും അതുപോലെ തന്നെ ഈ പറയുന്ന പാപരാജിന്റെ ആത്മാവും കൂടി ബ്രഹ്മലോകത്ത് ചെന്നു. ബ്രഹ്മദേവനോട് ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങും വാ, നമുക്ക് കൈലാസനാഥനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേനും കൈലാസനാഥനും അറിയില്ല. എന്നാൽ കൈലാസനാഥനെയും കൂട്ടി ഇവരെല്ലാവരും കൂടി വൈകുണ്ഠത്ത് ചെന്നു. വൈകുണ്ഠത്തിൽ നിന്ന് പുരുഷ സൂക്തമൊക്കെ ജപിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ ചോദിച്ചു, എന്താണ് ഉദ്ദേശം? അപ്പം അങ്ങേക്ക് അറിയാമല്ലോ ഞങ്ങൾ എന്തിനാ വന്നിരിക്കുന്നതെന്ന്. അപ്പം ഇതാരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഒരു
ജീവാത്മാവ് അദ്ദേഹത്തിന്റെ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങൾക്ക് അന്ത്യമില്ല. പക്ഷെ ഞങ്ങൾ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ഇതേപോലെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അത് ഇപ്പം നമ്മൾ ആരാച്ചാരന്മാര് നമ്മളോട് അവസാനമായിട്ട് എന്താ ആഗ്രഹം ചോദിക്കത്തില്ലേ? അപ്പൊ ചിലർ പറയും എനിക്ക് ഒരു ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണം എന്നാകും, ചിലര് എന്ത് ചെയ്യും മദ്യപിക്കണം എന്നാകും, ചിലര് ആരെങ്കിലും കാണണം എന്നാകും, ചിലര് അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറയും. ആരാച്ചന്മാര് ചോദിക്കല്ലോ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് അല്ലേ? ജഡ്ജി അവിടെ വരും എന്ന് പറഞ്ഞ പോലെ ഈ അവസാനത്തെ ആഗ്രഹം എന്താണ്? ലവമാത്ര സാധുസംഘത്തിന്റെ അർത്ഥം അറിയണം. അപ്പം ഭഗവാൻ എടുക്കരുത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയത്തില്ല, അതുകൊണ്ട് ഭഗവാൻ എന്റെ ഉത്തരം പറഞ്ഞു ഒരു മിനിറ്റിന്റെ, അതായത് ഒരു മിനിറ്റ് അല്ല, ഒരു നിമിഷത്തിന്റെ 11ൽ 1 ഭാഗമെങ്കിലും ഒരു ശുദ്ധഭക്തന്റെ കൃപയുണ്ടെങ്കിൽ ഒരാള് എന്താണ് രക്ഷപ്പെട്ടു കഴിഞ്ഞു, മോക്ഷപ്രാപ്തിക്ക് അർഹനായി എന്നുള്ള ഒരു കാര്യമാണ് ഈ ലവമാത്ര സാധു. സാധു എന്ന് പറഞ്ഞ എന്താണ്? ശുദ്ധഭക്തൻ. ഒരു സെക്കൻഡിന്റെ ഒരംശത്തിന് 11ൽ 1 ഭാഗമെങ്കിലും ഒരു ശുദ്ധഭക്തന്റെ കൃപ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ സത്സംഗം കിട്ടുകയാണെങ്കിൽ, ഒരു സാന്നിധ്യം കിട്ടുകയാണെങ്കിൽ, അസോസിയേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ എന്താണ് അവർ ഡെലിവർ ആയി കഴിഞ്ഞു. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് മഹാവിഷ്ണു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഭഗവാനെ ഒരുപാട് സന്തോഷം ഇത് കേട്ടതിൽ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി യാത്രയാകുകയാണ് തിരിച്ച്. ഇവന് ശിക്ഷയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇരിക്കുക. അപ്പൊ അങ്ങയുടെ കൃപ എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു വരാണ്ടൊരുങ്ങിയ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് അവിടെ നിൽക്കുമെന്ന് ആര് പറഞ്ഞു? വിഷ്ണു ഭഗവാൻ പറഞ്ഞു. എന്താണ്? വൈകുണ്ഠത്ത് ഏതെങ്കിലും ജീവാത്മാക്കൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുവോ? ഇല്ല, ഇല്ല. പോണ്ട. അപ്പൊ പറഞ്ഞു അത് വൈകുണ്ഠ ലോകവാസിയായി മാറി. കാര്യം എന്താണ്? ആരുടെ കൃപ കൊണ്ട്? ആ നാരദമുനിയുടെ എന്താണ് ഒരു കൃപ കൊണ്ട്. നാരദമുനി ആണ് അവിടെ ചെന്ന് ആരെ കണ്ടത്? ഈ പാപരാജനെ കണ്ടത്. അപ്പൊ നാരദമുനി എന്നാണ് പറഞ്ഞ് ഈ ഒരു വാക്കിന്റെ അർത്ഥത്തിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും വൈകുണ്ഠത്തിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന് എന്താണ് മോക്ഷം കിട്ടി, ഇത്രയും പാപം ചെയ്ത ആൾക്ക്. അപ്പൊ ആ ശുദ്ധഭക്തന്റെ കൃപയുടെ ആ ഇമ്പോർട്ടൻസ് പറയുന്നതാണ്. അപ്പൊ നാരദമുനിയുടെ കൃപ, അതുപോലെ തന്നെ നാരദമുനിയുടെ കൃപ കൊണ്ടുള്ള വേറൊരു സ്റ്റോറി ഉണ്ട്, അത് വേറൊരു അവസരത്തിൽ പറയാം. അപ്പം ഇവിടെ 8:17 ഇനി ക്ലാസ് അവസാനിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. പോയിന്റ് ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം, സമയമുള്ളവർക്ക് മാത്രം. പോയിന്റ് അതാണ് പ്രഭു, ആ സത്സംഗത്തിന്റെ പ്രാധാന്യം അത്രയും. അതില് നാരദ മഹർഷിയുടെയും അജാമിളന്റെ ദുഃസംഗം, സത്സംഗമല്ല, നന്നല്ലാത്ത സംഘം കിട്ടിയത് നല്ലൊരാളും ചീത്തയാകാനും, അതുപോലെ നല്ല സംഘം കിട്ടിയ നാരദ മഹർഷിക്ക് ആ മുനിമാരുടെ ദാസീപുത്രനായപ്പോ അടുത്ത ജന്മം നാരദ മഹർഷിയായിട്ട് വന്നില്ലേ ആ ഒരു സത്സംഗം. അതല്ല അല്ലേ? അതെ. അടുത്തത് ജ്ഞാനാംബിക മാതാജി. പ്രഭു, നമുക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഭഗവത് ഭക്തന്റെ സംഗമം അവരുടെ ഇത് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഗംഗാ നദി കുളിക്കുന്നതിനെക്കാട്ടിലും പുണ്യമാണ്. ഹരി ബോൾ, ഹരേ കൃഷ്ണ. ശുദ്ധഭക്തന്റെ, ഒരു പരിശുദ്ധ ഭക്തന്റെ അസോസിയേഷൻ കിട്ടി അല്ലേ? അസോസിയേഷൻ കിട്ടിയാൽ ഗംഗാ സ്നാനത്തിനെക്കാട്ടിലും പുണ്യമാണ്. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. മാതാജി ഉണ്ടോ? അതോ ഉറങ്ങിപ്പോയോ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണകുമാരി മാതാജി. മാതാജി ഇല്ല. സുജന മാതാജി ഉറങ്ങിയില്ലെങ്കിൽ. എല്ലാരും ഉറങ്ങി. എന്റെ കൃഷ്ണ. ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി ഉറങ്ങിയില്ലെങ്കിൽ. ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം വളരെ അഭിമാനവും ആനന്ദകരവുമാണ്. അതെ. ആത്മീയവും ഭൗതികവുമായ കൃതികളെല്ലാം വളരെ പ്രസിദ്ധമായതാണ്. അതെ. കുറച്ചൊക്കെ അറിയാവോ? അറിയാന്നുള്ള എനിക്ക്. ഹരേ കൃഷ്ണ. മാതാജി ഒരു ഭാഗവതം മേടിക്കണം, പക്ഷെ കുറച്ച് പൈസ കൂടുതലാണ് അതിന്. വില കുറവുള്ള സമയത്ത് ഭദ്രാ പൂർണിമ വരുമ്പോൾ കുറച്ച് വിലക്കുറവ് വരും. ഒരു ഭാഗവത സെറ്റ് ഭാഗവതം കൊണ്ട് പ്രഭുജി അർത്ഥമില്ല, അതിൽ അർത്ഥമൊന്നും ഇല്ലാത്തതാണ്. അർത്ഥമുള്ളത് വാങ്ങിക്കണം. അതിന്
ഈ 12-13 ഞാൻ രൂപയാകും വില കുറവുള്ള ഞാൻ അവിടെ സമയത്ത് അല്ലേ? കുറച്ച് വില കൂടുതൽ. നോക്കാം 18 നോക്കാം. ബുക്കുണ്ട് മാതാജി, ഇതുപോലത്തെ 18 ബുക്കുകൾ കാണാവോ അത്? ആ 18 പ്രഭു, 20 ബുക്കുണ്ട്, 20 ബുക്കുണ്ട് അതെ കാണാം കാണാം. അല്ലേ? അപ്പൊ ആ അത് അത്രയും 20 ബുക്കുകളുണ്ട്. 20 അതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ട് അതിന് മറ്റുള്ള ബുക്കുകളിലൊന്നും അർത്ഥം ഇല്ലല്ലോ, ഇതുപോലെ ഭാവാർത്ഥമൊന്നുമില്ല. 18 ബുക്ക് 18 ബുക്കാണ് മാതാജി, 18 ബുക്ക്. 18ആണ്, 20 അല്ല മാതാജി, 18. 18. 18. ആ 20. ശരി. അപ്പൊ അതുകൊണ്ട് അത് തന്നെ വാങ്ങിക്കാണ്ട് ശ്രമിക്കുക. മാതാജിക്ക് എപ്പോഴേലും പൈസ ഉണ്ടാകുന്ന സമയത്ത് ഭാഗവതം ഇസ്കോണിന്റെ മേടിച്ചു ബുക്കാണ്. വെക്കുക. ഭാഗവതമാണ് പ്രധാനമായിട്ട് നമ്മള് ഇനി നമ്മളുടെ ജീവിതം തന്നെ ഭാഗവതം ആണ് മുന്നോട്ട് പ്രഭു നയിക്കുന്നത്. പറയൂ, പ്രഭു ഇസ്കോണിന്റെ ആണെന്ന് പറയൂ, അത് മാതാജിയോട് നല്ലേ. കൃഷ്ണാബോധത്തിന്റെ ഇത് മേടിക്കണം കേട്ടോ, ഇസ്കോണിന്റെ കേട്ടോ മാതാജി. ഇഷ്ടംഭാവത്തിന്റെ ആ ഇസ്കോണിന്റെ ഇസ്കോണിന്റെ ഇത് മേടിക്കണം. പള്ളിച്ചിൽ ടെമ്പിളിൽ പോയാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് തരും. ശരി പള്ളിച്ചിൽ ശരി ടെമ്പിളിൽ പ്രഭുജി. പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പം ശരി. അത് മേടിക്കണം. അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന അതേപോലത്തെ മാതാജിക്ക് വായിച്ച് വീട്ടിൽ നിന്ന് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭാഗവതത്തിന്റെ അർത്ഥമുള്ളത് ചോദിക്കണം അല്ലേ പ്രഭുജി? അർത്ഥമുള്ളത് ഭാഗവതത്തിന്റെ സാധാരണക്കാർ എഴുതിയത് ഉണ്ട്. ശ്രീലപ്രഭുപാദരുടെ വേണം. ശ്രീലപ്രഭുപാദർ ശരി. എഴുതിയ അത് വേണം കേട്ടോ. ശരി പ്രഭുജി. അതിന് ഇവിടെ തന്നെ പോണം, പള്ളിച്ചല് കേട്ടോ. അടുത്ത് മാതാജിക്ക് അവിടെ അടുത്തത്. ശരി. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രഭുവിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗുരുവായൂർ അമ്പലമാണല്ലോ പ്രഭു. ഗുരുവായൂരമ്പലാണ്. ഗുരുവായൂരപ്പനെയാണ് ഇന്ന് കിട്ടിയത് എനിക്ക്. ഹരേ ഗുരുവായൂരപ്പനാ. കൃഷ്ണ പ്രഭുജി ഇറങ്ങുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇന്ന് ഗുരുവായൂരപ്പൻ സന്ധ്യാസമയത്ത് അവിടെ വന്നിരിക്കുന്നു. അല്ലെ, ചെറിയൊരു ലൈറ്റ് ഒക്കെ കുറഞ്ഞ ഓടക്കൂടിലൂതി അദ്ദേഹം ഇങ്ങനെ എന്താണ് പറയുന്നത്, ആനന്ദത്തിൽ ഇങ്ങനെ ആറാടി ഇങ്ങനെ ചെറിയ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാന്റെ ഈ മനോഹരമായിട്ട് രൂപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ എപ്പോഴും സദാ സ്മരിക്കാനായിട്ട് ഇടയാകട്ടെ എല്ലാവർക്കും എന്ന പ്രാർത്ഥനയോടുകൂടി പഞ്ചാകൽപതൃപശ്ച കൃപാസിന്ധു ഭവച്ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവ കി ജയ്, അനന്തകോടി ആചാര്യ കി ജയ്, ശ്രീ പ്രഭാത് കി ജയ്, ഗൗര പ്രമാനന്ദേ, ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. രാമായണ മാസ ആശംസകൾ എല്ലാവർക്കും. ഇന്ന് രാവിലെ ഒരു ഭാഗവതത്തിന് ഞാൻ അതാ